എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വല്ലാത്തൊരു ഭീകര അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ജനസംസ്കൃതി എന്ന പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെ 39ാമത് സമ്മേളനം ഇന്നിവിടെ ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിൽ നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള അനുശോചന പ്രമേയം. ഓരോ മരണവും ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നത് 1000 ഓർമ്മകൾ കൂടിയാണ്. ആ ഓർമ്മകളാണ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പലർക്കും പ്രചോദനമാകുന്നത്. ഈ സമ്മേളന കാലയളവിൽ ലോകത്തിന്റെ പലയിടങ്ങളിലുമായി എത്ര പ്രമുഖ വ്യക്തിത്വങ്ങളാണ് കാലം അപഹരിച്ചത്. അന്യന്റെ വാക്കുകൾ മധുര സംഗീതമായി മനസ്സിൽ പതിയുന്ന ഒരു കാലം സ്വപ്നം കണ്ട് സമത്വ സുന്ദരമായ ഒരു വസന്തകാലം തീർക്കാൻ തുനിഞ്ഞിറങ്ങി കാലത്തിന് മുന്നേ നടന്നു നീങ്ങിയ എത്രയോ പേരെ നമുക്ക് നഷ്ടമായി. ലോക പ്രശസ്തരായ ചിന്തകർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കലാപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നീ ഗണങ്ങളിൽപ്പെട്ട പലരും ഓർമ്മയായി. പോരാട്ടങ്ങളുടെ മഹാപർവങ്ങളിൽ ധീരതയോടെ തലയുയർത്തി സമൂഹത്തിലെ കാലുഷ്യങ്ങളോട് പടപൊരുതി കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ എത്രയോ മഹത് വ്യക്തികളെ ലോകത്താകമാനം നമുക്ക് കാണുവാൻ കഴിയും. ഓലമേയാത്ത സ്വപ്നങ്ങൾ പെരുമഴയത്ത് നനഞ്ഞൊലിക്കുമ്പോഴും കെട്ടുപോവാത്ത പോരാട്ട വീര്യം നെഞ്ചിലേറ്റി സാധാരണക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ ജ്വലിച്ചു നിന്നവർ. ഒപ്പം മഹാമാരിയിലും പ്രകൃതി ദുരന്തങ്ങളിലും രാജ്യസുരക്ഷയ്ക്കായി അടരാടിയും ജീവൻ വെടിയേണ്ടി വന്ന അറിയുന്നതും അല്ലാത്തതുമായ എല്ലാ മനുഷ്യ സ്നേഹികളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 22 ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി മാറിയിരിക്കുകയാണ്. 25ഓളം ടൂറിസ്റ്റുകൾക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ടു. പലർക്കും പരിക്കുകൾ പറ്റി. ജമ്മു കാശ്മീർ സാമാന്യ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന അവകാശവാദങ്ങൾക്കിടയിൽ ഇപ്പോൾ നടന്ന ഈ തീവ്രവാദി ആക്രമണം എന്തുകൊണ്ടും രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തെ ജനസംസ്കൃതി ശക്തമായി അപലപിക്കുന്നു. ഭീകരവാദത്തിന് ജാതിയോ മതമോ ഇല്ല. അത് മനുഷ്യത്വ രഹിതമാണ്, രാജ്യദ്രോഹമാണ്. ഇതിന് ഉത്തരവാദികൾ ആരായാലും അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം എന്നും ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ സത്വര നടപടികളും ബന്ധപ്പെട്ടവർ കൈക്കൊള്ളണം എന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ദില്ലി മലയാളികളുടെ കാരണവർ, പ്രശസ്ത നാടകാചാര്യൻ, അക്കാദമി പുരസ്കാര ജേതാവ്, എല്ലാറ്റിനും ഉപരി ജനസംസ്കൃതിയുടെ അഭ്യുദയകാംക്ഷിയുമായിരുന്ന ആദരണീയനായ പ്രൊഫസർ ഓംചേരി അന്യൻ പിള്ളയുടെ നിര്യാണം അക്ഷരാർത്ഥത്തിൽ നമുക്കെല്ലാം ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഏതു കാര്യത്തിനും എന്നും നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ നമ്മുടെ സർവോത്സവ പരിപാടിയുടെ രക്ഷാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. നിസ്വർക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിയ അഭയാർത്ഥികൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, സാധാരണക്കാർ, ഭിന്നലിംഗക്കാർ എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച യുദ്ധത്തിനും വിഘടനവാദങ്ങൾക്കുമെതിരെ നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞത് കഴിഞ്ഞ ഈസ്റ്ററിന്റെ തൊട്ടടുത്ത ദിവസമാണ്. മലയാള സാഹിത്യ ലോകത്ത് നിരവധി തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കടൽ MD എന്ന ദ്വയാക്ഷരിയിലൂടെ മലയാളികളുടെ അഭിമാനമായിരുന്ന MD വാസുദേവൻ നായർ ഓർമ്മയായത് ഈ അടുത്ത കാലത്താണ്. തന്റെ രചനകളിലൂടെ അത് നോവൽ, ചെറുകഥ, തിരക്കഥ എന്നിങ്ങനെ എന്തു തന്നെ ആയാലും വള്ളുവനാടൻ മിത്തുകളും ശീലങ്ങളും ഒഴുക്കിയ ഒരു പാലക്കാടൻ കാറ്റിന്റെ സുഖം അനുഭവിച്ചു മൺമറഞ്ഞ മലയാളത്തിന്റെ അക്ഷര മാന്ത്രികനെ മലയാളം ഉള്ളിടത്തോളം മറക്കില്ല ഒരു മലയാളി. തന്റെ അനിതര സാധാരണമായ സ്വരമാധുര്യം കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന പ്രശസ്ത ഭാവഗായകൻ P. ജയചന്ദ്രനും ഈ അടുത്ത കാലത്താണ് ഓർമ്മയായത്. രാജ്യത്തെ പുരോഗമന രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ആദരവ് ഏറ്റുവാങ്ങിയ വർഗീയ വിധ്വംസക ശക്തികൾക്കെതിരെ സുധീരം പടനയിച്ച സീതാറാം യെച്ചൂരിയുടെ അകാല വിയോഗം ഈ കാലയളവിൽ അപ്രതീക്ഷിത നഷ്ടമാണ്. ഈ കാലയളവിൽ മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയും നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത ധനകാര്യ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവും പോയ വർഷത്തെ പ്രധാന നഷ്ടങ്ങളിൽ ഒന്നാണ്. CPI നേതാവ് അതുൽ രഞ്ജൻ, ട്രേഡ് യൂണിയൻ നേതാവ് M. ലോറൻസ് തുടങ്ങിയവരും ഗുജറാത്ത് കലാപത്തിലെ ഇരയും മനുഷ്യാവകാശ പോരാളിയുമായിരുന്ന സാക്കിയ ജാഫ്രിയും വിട പറഞ്ഞു. സിനിമാ മേഖലകളിലെ പല പ്രശസ്തരും കാലയവനികൾക്കുള്ളിൽ ഈ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ പുതിയ സമീപനങ്ങളും സിനിമാ രീതികളും കൊണ്ട് വിപ്ലവം തീർത്ത ശ്യാം ബെനഗൽ,
മലയാളികളുടെ അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന കവിയൂർ പൊന്നമ്മ, കൂടാതെ കനകലത, TP മാധവൻ, കീരിക്കാടൻ ജോസി എന്ന പേരിൽ മലയാള സിനിമയിൽ പ്രശസ്തനായിരുന്ന മോഹൻരാജ്, 80കളിൽ യുവ ഹൃദയങ്ങളുടെ ഇഷ്ട നടനായിരുന്ന രവികുമാർ, മീന ഗണേഷ്, മേഘനാഥൻ, സംവിധായകരായ ശശികുമാർ, സണ്ണി ശിവൻ, ഹരികുമാർ, ഷാബി, ചലച്ചിത്ര പ്രവർത്തകൻ ചെലവൂർ വേണു, ബംഗാളി അഭിനേത്രി ഉമാദാസ് ഗുപ്ത, ചലച്ചിത്ര ഗാനരചനയിലൂടെ മലയാളികളുടെ മനം കവർന്ന മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നിവർ ഓർമ്മയായ വർഷം കൂടിയാണ് ഇത്. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പ്രശസ്ത നാടക പ്രവർത്തകൻ കനവ് ബേബി എന്നറിയപ്പെട്ട KG ബേബി, സോബി സൂര്യഗ്രാം, കാതികനും നാടക പ്രവർത്തകനുമായിരുന്ന ഐരം ഉണ്ണികൃഷ്ണൻ എന്നിവരും ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധർ ഡോക്ടർ MS വല്യത്താൻ, ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണി, സംഗീതജ്ഞൻ മാങ്ങാട് നടേശൻ, പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി, മേളക്കുലപതി കോളത്ത് അരവിന്ദാശൻ മാരാർ, ബയോളജിസ്റ്റ് മണിഞ്ഞാൽ തുടങ്ങിയ വ്യക്തിത്വങ്ങളെയും കാലം കവർന്നെടുത്തു. തബല വിസ്മയം ഉസ്താദ് സാക്കിർ ഹുസൈൻ, നിയമവിദഗ്ധനും ഗ്രന്ഥകാരനുമായ AG നൂറാനി, വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റ, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണൻ, ISROയുടെ മുൻ ചെയർമാൻ K കസ്തൂരിരംഗൻ എന്നിവർ ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തവരാണ്. എഴുത്തിലൂടെ, ചിന്തയിലൂടെ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ കേരളീയ പൊതുബോധത്തെ ആഴത്തിൽ മാറ്റിപ്പണിഞ്ഞ വ്യതിരിക്തരായ പുതിയ പാത സൃഷ്ടിച്ച അതുല്യരായ KK കൊച്ച്, പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ GN സായിബാബ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRB ഭാസ്കർ, പത്രപ്രവർത്തകനായിരുന്ന S ജയചന്ദ്രൻ നായർ, വിപിൻ ചന്ദ്രൻ, ക്യാമറാമാൻ മുകേഷ്, കവി NK ദേശം, പുരോഗമന ചിന്തകനും പ്രവർത്തകനുമായിരുന്ന P അപ്പുക്കുട്ടൻ, കഥകളി നടൻ നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി, മലയാള വാർത്താ അവതരണത്തിലൂടെ പ്രശസ്തനായ M രാമചന്ദ്രൻ, കേരള ശാസ്ത്ര സംഗീത പരിഷത്ത് പ്രവർത്തകൻ കൊച്ചുനാരായണൻ, ഭാഷാ പണ്ഡിതൻ MR ചന്ദ്രശേഖരൻ നായർ, നമ്മുടെ ചരിത്ര പുസ്തകം പ്രിന്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന മീഡിയ ഹൗസ് സ്ഥാപകൻ ഫാദർ സേവ്യർ വടക്കേക്കര, രജീന്ദ്രൻ നഗറിലെ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടത്തിൽ വെള്ളം കയറി മരിച്ച വിദ്യാർത്ഥി ഡെൽവിൻ, കേരളത്തെ വ്യവസായ മാപ്പിൽ എത്തിച്ച BPL സ്ഥാപകൻ TPG നമ്പ്യാർ, രാമോജി സ്റ്റുഡിയോ സ്ഥാപകൻ രാമോജി റാവു, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ഉസ്താദ് റഷീദ് ഖാൻ എന്നിവരും ഓർമ്മയായി. കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവും PK കാളൻ പുരസ്കാര ജേതാവുമായ പ്രമുഖ മാരിത്തെയ്യം ചിമ്മാനക്കളി കലാകാരൻ K കുമാരനും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അമേരിക്കൻ മുൻ പ്രസിഡന്റും നോബൽ സമ്മാന ജേതാവും ഡെമോക്രാറ്റ് നേതാവുമായിരുന്ന ജിമ്മി കാർട്ടർ, ഹാരി പോട്ടർ സിനിമയിലൂടെ ലോക സിനിമാ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്രശസ്ത ഹോളിവുഡ് നടി മാഗി സ്മിത്ത്, ഫുട്ബോൾ മാന്ത്രികൻ ഫ്രാൻസിസ് ബേക്കൻ ബോവർ തുടങ്ങിയവർ വിട പറഞ്ഞത് ഈ കാലയളവിലാണ്. കൂടാതെ ജനസംസ്കൃതിയിലെ സജീവ സാന്നിധ്യമായിരുന്ന രോഹിണിയിലെ ഉണ്ണികൃഷ്ണൻ, ജനകീയ ഭക്ഷണശാലയിൽ സജീവ പ്രവർത്തനങ്ങളിൽ എന്നും നിറഞ്ഞു നിന്ന ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥൻ ബിനീഷ് ഉൾപ്പെടെ പല ജനസംസ്കൃതി പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും പല ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് ഇല്ലാതായിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ കവർന്നെടുത്ത നിരവധിയായ നമ്മുടെ സഹജീവികൾ, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പ്രവാസികൾ, തമിഴ്നാട്ടിലെ മദ്യ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർ, കൽക്കട്ടയിൽ തീവണ്ടി ദുരന്തത്തിൽ മരിച്ചവർ, ഹത്രാസിലും ദില്ലി റെയിൽവേ സ്റ്റേഷനിലും കുംഭമേള വേളയിലും തിക്കിലും മരണപ്പെട്ടവർ, മ്യാൻമാർ ബാങ്കോക്ക് ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ, ഗാസയിൽ ഇന്നും ഇല്ലാതാവുന്ന ജനജീവിതങ്ങൾ, RG കർ ആശുപത്രിയിൽ ക്രൂരമായ ലൈംഗിക ആക്രമണത്തിൽ മരിച്ച ഹതഭാഗ്യ, കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, മറ്റപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ എന്നിവ മൂലം ജീവൻ പൊലിഞ്ഞ നിരവധിയായ അറിയപ്പെടാത്ത മനുഷ്യജീവനുകൾ എല്ലാവരെയും ഈ സമ്മേളനം അനുസ്മരിക്കുന്നു. അവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം മൗനം ആചരിക്കുന്നു.
താങ്ക് യു. അടുത്തത് ഔപചാരികമായ സ്വാഗതം പ്രസംഗത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീനിവാസാനി. അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സംസ്കൃതിയുടെ 39ാമത് വാർഷിക സമ്മേളനമാണ് നമ്മൾ ഇന്നിവിടെ ചേരുന്നത്. ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ ഔപചാരികമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഇതിൻ്റെ ഭാഗമായിട്ട് ആമുഖമായി കൂടുതലൊന്നും സംസാരിക്കാതെ തന്നെ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കൊന്നും മുഖവരികളുടെ ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തൻ്റേതായിട്ടുള്ള രചനകളിലൂടെ, സാംസ്കാരിക ഇടപെടലുകളിലൂടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ കവി, പ്രിയപ്പെട്ട കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. നമ്മൾ മുൻപും നമ്മുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാങ്കേതികമായിട്ട് ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് മുൻപ് എത്താൻ കഴിയാതിരുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് നമ്മുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമായതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഔപചാരികമായിട്ട് ജനസംസ്കൃതിക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കവി ആലങ്കോട് ലീലാകൃഷ്ണനെ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ സഹോദര സംഘടനകളായിട്ടുള്ള ദില്ലി സയൻസ് ഫോറത്തിന്റെ നമ്മളുടെ നിരന്തരം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സർഗോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സയൻസിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ വർഷങ്ങളായിട്ട് സയൻസ് ഫെസ്റ്റിവൽ നടക്കുമ്പോഴും അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ കൊണ്ട് നമ്മളുടെ നിരന്തര സാന്നിധ്യമായി നമ്മുടെ ഒപ്പം നമ്മുടെ യാത്രകളിൽ ഉള്ള ദില്ലി സയൻസ് ഫോറത്തിന്റെ പ്രതിനിധി कमला मेनन ने स्वागत किया। जन्नाटी मंच की हमारे साथी वो भी हमारी पूरी प्रोग्राम में हमारे साथ में है, खास के सरगोत्सव उनके प्रोग्राम में हमारी वो है तो वो कॉमरेड अशोक तिवारी को हमारी स्वागत करते हैं और जनवादी लेखक संघ की प्रेसिडेंट खालिद अशरफ जी हमारे साथ में उनका स्वागत करते हैं और हमारे ट्रेशरर സുജാത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ ബഹുമാന്യായ ആലങ്കോട് ഇവിടെ എത്തിച്ചേരുന്നു. ഡൽഹിയിലെ പരിപാടി ഉള്ളതുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടി മാത്രമായിട്ട് ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൗഹാർദ്ദ പ്രതിനിധികളായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ചണ്ഡീഗഡിൽ നിന്ന് ജോബി റാഫേലിലൂടെ എത്തിയിട്ടുണ്ട്. ആ നിലയിൽ വന്നിട്ടുള്ള ആളുകളെ ബാബു രമേശിനെ ആ നിലയിൽ ക്ഷണിച്ച ആളാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ടും ഒബ്സർവർമാരായിട്ടും ക്ഷണിതാക്കളായിട്ടും ഒക്കെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ സമ്മേളനത്തിന്റെ നടത്തിപ്പിലേക്ക് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് സമ്മേളന നടപടികളുടെ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയുടെ സമ്മേളനം നമ്മൾ 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനമാണ്. തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ നിന്ന്
ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാനും. ഡൽഹി NCR മേഖല, ഡൽഹി രാജ്യ തലസ്ഥാന മേഖലയിലുള്ള പ്രവർത്തനം കേരളത്തിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ ഈ ഡൽഹി NCR മേഖല. വർഗീയ ശക്തികളും ജാതിമത വർഗീയ ശക്തികളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നാടകോത്സവത്തിന്റെ നാടകങ്ങളുടെ റിഹേഴ്സൽ പോലും നമുക്ക് ഓപ്പൺ പാർക്കുകളിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രവർത്തനത്തിന്റെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ 12,000-ഓളം അംഗസംഖ്യ ഈ വർഷം നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. ശക്തമായ പ്രവർത്തനം തന്നെയാണ്. ആ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തി കിട്ടാൻ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ പരിപാടിക്ക് മാത്രമായി വന്നിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ടല്ല, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നാട്ടില് ദിവസേന അത്രയും തിരക്കുള്ള ഒരു വ്യക്തി ആയത് കാരണം തന്നെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വരെ. ഇന്ന് ഈ സമ്മേളനത്തിൽ നമുക്ക് ഇതിനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ജനസംസ്കൃതിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ വിനോദ് കമ്മാളത്ത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനസംസ്കൃതിയുടെ സുഹൃത്തുക്കളെ, സ്വാഗതം പറഞ്ഞ ശ്രീനിവാസൻ, പ്രിയപ്പെട്ട രാധ, പ്രിയപ്പെട്ട സുജാത, പ്രിയപ്പെട്ട കമലാമേനോൻ, ജനനാട്യബെഞ്ചിന്റെ തിവാരി, പ്രിയപ്പെട്ട ഖാലിദ്, എന്നെ ഇന്നലെ വിമാനത്താവളത്തിൽ സ്വീകരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ഹസീന, അവരുടെ ഭർത്താവ് നിസാറ്, പ്രിയപ്പെട്ട സുഭാഷിന്റെ പിതാവ് രാമദാസേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടീച്ചറുടെ മകൻ ബാബുവും കുടുംബവും, ഇങ്ങനെ കുറേ ആളുകളെ പേരെടുത്ത് പറയാവുന്ന, ആരെങ്കിലും വിട്ടുപോയെന്ന് അറിയുന്നില്ല, കുറേ പേരെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെട്ടത്. പലരും പ്രിയപ്പെട്ട ആളുകളാണ്. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് രാംദാസും രജീഷും ചേർന്നാണ്. ഓരോ ആളെ പരിചയപ്പെടുമ്പോഴും ഞാൻ ഈ ജനസംസ്കൃതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വേരാഴം അനുഭവിച്ചു. 80-കൾ തൊട്ട് തുടങ്ങി ഇത് 39ാമത്തെ കേന്ദ്ര സമ്മേളനമാണ്. ഡൽഹി പോലുള്ളൊരു സ്ഥലത്ത് ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനം, വെറും സാംസ്കാരിക പ്രസ്ഥാനമല്ല, സാംസ്കാരിക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനം, പുരോഗമന ചിന്തയും മാനവികതയും കൊണ്ടു നടക്കുന്ന അനേകം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 12,000 അംഗസംഖ്യ NCRൽ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ഈ കാലത്ത് ഇങ്ങനൊരു സംഘടന, നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ, പല പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മുന്നേറി വന്നത്. പല ഘട്ടങ്ങളിൽ ഞാൻ ജനസംസ്കൃതി വിളിച്ചിട്ടുണ്ട്. എനിക്ക് ജനസംസ്കൃതിയുടെ പ്രവർത്തകരായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. സുരേഷ് കുറുപ്പിന്റെ എത്രയോ ദീർഘവർഷങ്ങളിലെ സുഹൃത്താണ്, എത്രയോ വർഷങ്ങളായിട്ട് അടുപ്പമുണ്ട്. ഡോക്ടർ KN പണിക്കർ പറഞ്ഞു വന്നാൽ ഒരു ബന്ധുത്വമുള്ള ആളാണ് അദ്ദേഹം. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാം. ഞാൻ മിനിഞ്ഞാന്ന് ബൈജു ചന്ദ്രന് ഒരു പുരസ്കാരം, വൈക്കം ചന്ദ്രശേഖരൻ നായർ പുരസ്കാരം കൊടുക്കുന്ന വേദിയിൽ ബൈജുവിനെ കണ്ടപ്പോൾ ബൈജു പറഞ്ഞു, ജനസംസ്കൃതിക്ക് പോകുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പരിപാടിക്ക് പോകുന്നതിൽ ഇത്ര സന്തോഷം ആളുകൾ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ജനസംസ്കൃതിക്ക് വരുന്നില്ലേ? എന്റെ സുഹൃത്തുക്കൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ നിങ്ങൾ ജനഹൃദയങ്ങളിൽ വേരാഴ്ത്തിയ ഒരു മാനവിക പ്രസ്ഥാനമാണ് എന്ന് ഈ അനുഭവങ്ങളൊക്കെ തന്നെ എനിക്ക് തെളിവ് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയം, സാംസ്കാരിക രാഷ്ട്രീയം, അതൊരു കക്ഷി രാഷ്ട്രീയമല്ല, സാംസ്കാരിക മാനവിക രാഷ്ട്രീയം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച്. നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആളുകളല്ല, ഒരു ബോധവൽക്കരണ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. എങ്കിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലമാണ്. കഴിഞ്ഞ കുറച്ചു കൊല്ലം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ 1.5 നൂറ്റാണ്ട് കൊണ്ടാണ് കേരളം, മലയാളികൾ വലിയ മാനവികതയുടെ നിരന്തര സമരങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യരായി തീർന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓർമ്മിപ്പിക്കലാണ്. ഞാൻ ചരിത്രം പറയല്ല. ഇന്നിപ്പോൾ MGS നാരായണൻ ചരിത്രാവശേഷനായി ഞാൻ പറഞ്ഞു. ചരിത്രത്തിൽ നിന്ന് അധികം മാഞ്ഞ ചരിത്രമായി. MGS ഇതുപോലെ ചരിത്രത്തെ നിർമ്മിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ്. പക്ഷെ MGS പോലും ചില അപജയങ്ങളിൽ പെട്ടുപോയ കാലവും നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞത്
മനുഷ്യർ പലപ്പോഴും അവരറിയാതെ വഴിതിരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സ്ഥലജലഭ്രാന്തി എന്ന് പറയും. പണ്ട് ദുര്യോധനന് മയരാജധാനിയിൽ ഉണ്ടായതാണ്. ജലം കണ്ടാൽ ജലമല്ലാതെ തോന്നുക, ജലമില്ലാത്തടത്ത് ജലമുണ്ടെന്ന് തോന്നുക. അപ്പൊ സത്യാസത്യങ്ങൾ കുഴച്ചു മറിക്കപ്പെടും, കുഴമറിയുക എന്ന് പറയും. ഇതിന് നമ്മൾ പൊതുവിൽ പറയുന്നത് സത്യാനന്തര കാലം എന്നാണ്, പോസ്റ്റ് ട്രൂത്ത് പീരീഡ്. അപ്പൊ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ പണ്ട് ഓർവെൽ പറഞ്ഞതുപോലെ മൂക്കിന് ചുവട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പോലും നിരന്തര സമരങ്ങൾ ആവശ്യമായിട്ട് വരും. എന്റെ സ്വന്തം മൂക്കിന് ചുവട്ടിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വിശകലനം ചെയ്യാൻ പോലും നിരന്തരമായ സമരങ്ങൾ ആവശ്യമായി വരും. ഓർവെൽ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോഴാണ്. അത്തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ കുഴമറിക്കപ്പെട്ട കാലം. യാഥാർത്ഥ്യങ്ങൾക്ക് പലതരം മുഖങ്ങൾ. അതിയാഥാർത്ഥ്യം, കപട യാഥാർത്ഥ്യം, വിർച്വൽ യാഥാർത്ഥ്യം. അല്ലെ, വിർച്വാലിറ്റി ഒരു വലിയ ബാധ്യതയായിട്ട് വരികയാണ്. അപ്പൊ അതിനിടയിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യനും പ്രകൃതിക്കും അതിജീവനത്തിനും പുരോഗമനത്തിനും വേണ്ടി പോരാടുക എന്നത് ഒരു വലിയ സാംസ്കാരിക സമരമാണ്. രാഷ്ട്രീയ സമരത്തെക്കാൾ പ്രധാനമാണ് ഈ സാംസ്കാരിക സമരം. നവോത്ഥാനമാണ് വാസ്തവത്തിൽ മലയാളിയെ മലയാളിയാക്കിയത്. നമുക്ക് ഏതാണ്ടൊക്കെ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിനു മുമ്പ് ആശാൻ തന്നെ ദുരവസ്ഥയിൽ പറയുന്നത് പോലെ തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടുപാടുള്ളവർ, പാടില്ലാത്തവർ എന്നിങ്ങനെ മനുഷ്യരെ പല വിഭാഗങ്ങളായി മാറ്റി നിർത്തി ഒരു ചെറിയ സവർണ ന്യൂനപക്ഷം മാത്രം മനുഷ്യരായി വെളിപ്പെടുകയും മറ്റാരും മനുഷ്യരല്ലാതിരിക്കും. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ശൂദ്രൻ ആണ് ഏറ്റവും താഴെ. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പറ്റിവർജയിൽ എന്നാണ് നിയമം. ശൂദ്രനെ അക്ഷരം പിടിക്കാൻ സമ്മതിക്കില്ല. അതിന് താഴെയുള്ളവരെ മനുഷ്യരായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. മനുഷ്യരായിട്ട് വെളിപ്പെടാൻ പറ്റില്ല. ഇതൊന്നും അധികം പിന്നിലല്ല. വൈക്കത്തെ ചുറ്റുമതിലിന് ചുറ്റുമുള്ള വഴിയിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാം, പക്ഷേ ശൂദ്രരിൽ താഴെയുള്ളവർക്ക് നടക്കാൻ പാടില്ല. അതിനെതിരായിട്ടുള്ള സമരം നടന്നിട്ടൊരു നൂറ്റാണ്ടേയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയാണ്. 603 ദിവസമാണ് അവിടെ സമരം നടന്നത്. ഇന്ത്യ ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സമരം വിജയിച്ച ഒരു സ്ഥലം വൈക്കമാണ്. നമ്മളത് മലയാളികൾ പറയാറില്ല. സത്യാഗ്രഹ സമരം വിജയിച്ച ഒരു സ്ഥലം വൈക്കത്താണ്. ഗാന്ധിജി നേരിട്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. മഹാത്മാഗാന്ധിയോടൊപ്പം ആ സമരം നയിച്ച ആളുകളെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒന്ന് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവാണ് 1000 രൂപ ആദ്യമായിട്ട് ആ സമരത്തിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ SNDPയുടെ ആശ്രമം കേന്ദ്രീകരിച്ചിട്ടാണ് സമരം നടന്നത്. അകാലികളാകാലത്ത് നിന്നുള്ള സമരത്തിൽ പങ്കെടുത്തു. പെരിയാർ ഇ രാമസ്വാമി നായ്ക്കർ ആ സമരത്തിൽ പങ്കെടുത്തു. ചന്ദ്രികയുടെ പത്രാധിപരായിരുന്ന അന്നത്തെ ചന്ദ്രികയുടെ അബ്ദുറഹ്മാൻ കുട്ടി, ഒരുപാട് ആളുകൾ, ജാതി മത ഭേദമെന്നേ അനവധി ആളുകൾ 603 ദിവസം സമരം ചെയ്തിട്ടും അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അമ്പലത്തിൽ കയറാനല്ല, ഒരു വഴിയിലൂടെയെങ്കിലും പ്രവേശിക്കാൻ കഴിഞ്ഞു. മറ്റു 3 വഴി അപ്പോഴും അടഞ്ഞിട്ടുള്ളത്. അതിനൊരു 100 വർഷമായി. അപ്പൊ മലയാളിയെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സമരത്തിന്റെ നൂറ്റാണ്ടാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം ലോകത്താദ്യമായി നടത്തിയതിന്റെ ശതാബ്ദിയാണ്. ഞാൻ ഈ ശതാബ്ദി പറയുന്നത് ഈ നൂറ്റാണ്ടാണ് നമ്മെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്. സർവമത സമ്മേളനം ലോകത്താദ്യമായി നടന്ന ആലുവയിലാണ്. പണ്ട് വിവേകാനന്ദൻ പോയി പങ്കെടുത്ത ആ ചിക്കാഗോയിലെ സമ്മേളനം സർവമത സമ്മേളനമല്ല, മതത്തിന്റെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനമാണ്. സർവമതത്തിന്റെയും ആശയങ്ങളെ മാനവികമായി പുനർനിർവചിക്കാൻ വേണ്ടി പല മതസാരവും ഏകമാണ്. എല്ലാ മതസാരവും ഏകമാണ്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഇവിടെ ലളിതമാണ് ആശയം. മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉണ്ടാകണം. അതിന് വിഘ്നമായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയാകണം. മതമായാലും ജാതിയായാലും സാമ്പത്തിക ഉച്ചനീചത്വമായാലും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കാൻ എന്തൊക്കെയാണോ വിഘ്നമായി നിൽക്കുന്നത് അതിനെയൊക്കെ ഇല്ലാതെയാക്കണം. ഇത് ഗുരുവിനെ പോലെ ഗുരു ലോകം കണ്ട വലിയ വിപ്ലവകാരികൾ ഒരാളായി. ദൈവം പോലും ഇല്ലാത്ത പതിത ജനകോടികൾക്ക് വേണ്ടി താൻ കുടിച്ച കടവിൽ നിന്നൊരു കല്ലെടുത്ത് വെച്ച് ഇതാ അധസ്ഥിതരുടെ ദൈവം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്ന സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സവർണ 33 കോടി സവർണ ദൈവങ്ങൾ കടപുഴകി വീഴുകയും നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണെങ്കിൽ, എല്ലാവർക്കും ദൈവം ആവശ്യമൊന്നുമില്ല, ഈ ദൈവം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്കുണ്ടാക്കാമെന്ന ലോകത്തിലെ ഏറ്റവും യുക്തിസഹമായ
ഒരു അട്ടിമറി വിപ്ലവം നടത്തിയാണ്. ഈ മനുഷ്യനെ എങ്ങനെ ഇത് സാധിച്ചത് ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയാണ്. ഈ വർഗ സിദ്ധാന്തം ആത്മീയ ഭാഷയിൽ കേരളത്തിൽ ആദ്യം പറഞ്ഞയാളാണ് ഗുരു. ആ വർഗ സിദ്ധാന്തം പറയാ അവൻ ഇവൻ എന്ന രണ്ട് വർഗമില്ല, ഒറ്റ വർഗമേ ഉള്ളൂ എന്ന് വർഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സ്പിരിച്വാലിറ്റിയെ തന്നെ മാനവികമാക്കിക്കൊണ്ടാണ് ഗുരു പറഞ്ഞത്. ഗുരുവാണ് ലോകത്തിലെ ഏറ്റവും നല്ല യുക്തിസഹമായ ദൈവസങ്കല്പം ഉണ്ടാക്കിയത്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഞാനിങ്ങനെ നീട്ടി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ല. അതിൽ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. ഇതിന് നമ്മുടെ നവോത്ഥാനത്തിന്റെ ആകത്തുകയാണ്. ഗുരുവിനല്ല അത് തുടങ്ങുന്നത്. വാസ്തവത്തിൽ അയ്യാ വൈകുണ്ഠസ്വാമികളാണ് ആദ്യമായിട്ട് സാക്ഷാൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് ആളുകളെ രാജഭരണകൂടത്തിനെതിരെ സംഘടിപ്പിച്ചാണ്. അന്ന് അദ്ദേഹം വിപ്ലവമൊന്നും ഒക്ടോബർ വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പാണ്, 200 കൊല്ലം മുമ്പാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നാണ്. ജാതി താഴ്മയാണ്. അപ്പൊ സ്വാതി തിരുനാളിന് സംശയമുണ്ടായി. ഈ കൊട പിടിക്കുന്ന തന്റെ കാര്യസ്ഥൻ നായരോട് ചോദിച്ചു, ഇയാളിങ്ങനെ വിഷ്ണുവിന്റെ അവതാരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ അയ്യാ വൈകുണ്ഠൻ, അതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ ഈ നായര് രാജാവിന് കൊട പിടിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് പാവപ്പെട്ടവരെ സംഘടിപ്പിക്കുന്ന വൈകുണ്ഠസ്വാമികളുടെ കൂടെയാണ്. നായർ പറഞ്ഞു അത് സത്യമാവാനാണ് സാധ്യത തിരുമനസ്. അപ്പൊ രാജാവിന് സംശയം, വിഷ്ണു ഇങ്ങനെ താഴ്ന്ന ജാതിയിലോട്ട് അവതരിക്കുമോ? വിഷ്ണു അവതരിക്കുന്നതിന് കുഴപ്പമില്ല, താഴ്ന്ന ജാതിക്കാരനായിട്ട് അവതരിക്കുമോ? അപ്പൊ ഈ നായർ സമർത്ഥനായതുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റിയ മനസ്സേ, വിഷ്ണു ആമയായിട്ടും പന്നിയായിട്ടും ഒക്കെ അവതരിച്ചാണ് ചിലപ്പോ താഴ്ന്ന ജാതിയിലും അവതരിക്കാൻ സാധ്യതയുണ്ട്. ആ കാലത്ത് ദൈവശാസ്ത്രത്തെ മനുഷ്യമോചനത്തിൽ ഉപയോഗിച്ച അയ്യാ വൈകുണ്ഠൻ, തൈക്കാട്ടയ്യാവ്, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ തീർത്ഥൻ, നോക്കൂ കേരളത്തിലെ ഒരു സന്യാസിമാരും ജാതിയും മതവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡൽഹിയിലിരുന്ന് ആലോചിക്കുമ്പോൾ മതം ഇപ്പോൾ പുതിയ സന്യാസത്തിന്റെ മുഖമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മതവും ജാതിയും ഇല്ലാത്ത മാനവ സന്യാസിമാരെ സൃഷ്ടിച്ച കേരളമാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് അടിത്തറയിട്ടത്. അങ്ങനെ പലരും അതിന്റെ ഭാഗമായിട്ട് വന്നു, നവോത്ഥാന നായകന്മാർ പലരുണ്ടായി. പക്ഷെ ഈ ആശയങ്ങളെ, ഇതൊക്കെ ആശയങ്ങളായിട്ട് കിടക്കുകയാണ്. സാധാരണ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അന്നത്തെ സ്ഥിതി ഇതല്ല. 100 കൊല്ലം മുമ്പുള്ള കേരളം പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളത് വളരെ കുറവല്ലേ. വളരെ കുറഞ്ഞ ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ളൂ. അവർക്ക് ഇതൊന്നും വായിക്കാൻ അറിയില്ല, അവർക്ക് ഈ കൃതികൾ വായിക്കാൻ അറിയില്ല. അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് സാംസ്കാരിക പ്രവർത്തകരാണ്. അപ്പൊ ജനസംസ്കൃതി വേറെ അഴുക്ക് നിൽക്കുന്നത് ആ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. അത് മാത്രം പറഞ്ഞുകൂടെ. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, എത്രവരെ സംസാരിക്കാമെന്ന് എനിക്കും പറഞ്ഞുകൂടെ. ഞാനാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങി നിർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, നിർത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിർത്തും. കാരണം എനിക്കൊന്നാമത് ഡൽഹിയിലെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൂടാ. ഞാൻ കേരളത്തിൽ ഇങ്ങനെ വരുന്നത് സംസാരിക്കുമ്പോൾ ഇരിക്കുന്ന സദസ്സിന്റെ ഒരു മാനസികാവസ്ഥ നമ്മളൊരു നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പല ഭാഗത്തും വന്ന ആളുകളാണ്, NCRന്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകളില്ലേ, നിങ്ങളൊക്കെ മലയാളികളാണെന്നുള്ളതാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു വികാരം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലായി. അപ്പൊ കേരളത്തിലെ ഈ സാംസ്കാരിക ചലനം ഈ നൂറ്റാണ്ട് കാലം, ഒറ്റ നൂറ്റാണ്ടിന്റെ ഓർമ്മകളെ മാത്രമേ ഞാൻ പറയുന്നു. ഇപ്പോഴത്തെ കുഴപ്പം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നത് പ്രധാനമാണ്. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായിരുന്നു. ഓർമ്മകളൊക്കെ ഇപ്പോഴുണ്ട് ആളുകൾ, പക്ഷെ പൗരാണികമായ ഓർമ്മകളാണ്. 3000-4000 കൊല്ലം മുമ്പ് ജനിച്ചുവോ മരിച്ചുവോ എന്നും നല്ല നിശ്ചയമില്ലാത്ത ഒരാളുടെ ജന്മഭൂമി കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അല്ലേ? അതാണ് ഈ ഓർമ്മകളിൽ വരുന്ന അട്ടിമറി. പൗരാണികമായ പലരും ഓർമ്മയുണ്ട്. പുരാണത്തിലെ പല കാര്യങ്ങളും ഓർക്കുന്നു. യുക്തിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, ചരിത്രവുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത മിത്തിലെ പലതും ഓർക്കുന്നു. മിത്താണ് ഓർക്കുന്നത്. മിത്തും ചരിത്രവും രണ്ടും രണ്ടാണ്. മിത്തിലേക്ക് ആളുകളെ പുനരാനയിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് പുനരുത്ഥാനം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ മതി. നവോത്ഥാനം എന്ന് പറയുന്നത് മിത്തിന്റെ അന്ധയുക്തികളിൽ നിന്ന്, ഐതിഹ്യങ്ങളുടെ, കെട്ടുകഥകളുടെ, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, മനുഷ്യവിരുദ്ധ യുക്തിയിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, മതേതരത്വത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമത്വത്തിന്റെ, വർഗബന്ധത്തിന്റെ യുക്തിയിലേക്ക് മനുഷ്യരെ മുഴുവൻ നയിക്കുന്ന പ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് നവോത്ഥാനം. അപ്പൊ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മുടെ പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനം.
കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വലിയ സവിശേഷത നവോത്ഥാനത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് നമ്മുടെ പുരോഗമന രാഷ്ട്രീയ ശക്തികളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരോഗമന രാഷ്ട്രീയ ശക്തികൾ ചെയ്തത് ഈ നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് പൊതുമനുഷ്യ സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ വർഗാധിഷ്ഠിതമായ ഒരു യുക്തിസഹമായ രാഷ്ട്രീയ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിൽ വലിയ പങ്കുവഹിച്ച കെ ദാമോദരനെ പോലെയും EMS നമ്പൂതിരിപ്പാടിനെ പോലെയും സഹോദരൻ അയ്യപ്പനെ പോലെയും NE ബാലരാമനെ പോലെയും ഇത്രയും ആളുകളുണ്ട്. ഞാൻ കുറച്ച് പേരുകളെ പറഞ്ഞോളൂ. അവർ ചെയ്തത് ഈ നവോത്ഥാന ആശയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചു. ഈ രാഷ്ട്രീയവൽക്കരണത്തിനിടയിൽ മാനവികമായി ഇത് ആളുകൾ ബോധ്യപ്പെടണ്ടേ? സാധാരണക്കാരനിപ്പം ഒരു വലിയ സൈദ്ധാന്തിക പ്രസംഗം കേട്ടാലൊന്നും മനസ്സിലാവില്ല. അപ്പൊ അന്നൊക്കെ കോഴിക്കോട്ട് ഈ രാഷ്ട്രീയ മീറ്റിങ്ങുകൾക്ക് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെയും ബാബുക്കായുടെയും മച്ചാട്ട് കൃഷ്ണന്റെയും മച്ചാട്ട് വാസന്തിയുടെയും പാട്ടുകളുണ്ടാവും. പാട്ട് കഴിഞ്ഞ് ആരും പോകരുത്, നേതാക്കന്മാരെ പ്രസംഗം കഴിഞ്ഞാൽ വീണ്ടും പാട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ കൂട്ടിന് തേങ്ങ എടുക്കുന്നത് പോലെ അപ്പുറത്തും ഇപ്പുറത്തും പാട്ട് വരും. അല്ലെങ്കിൽ കഥാപ്രസംഗം ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. KPSCയുടെ നാടകം കാണാൻ വേണ്ടി മാത്രം ആളുകൾ രാഷ്ട്രീയക്കാരെ മുഴുവൻ പ്രസംഗിക്കും. അതൊരു ഗുണം ഉണ്ടാവും. രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതൊക്കെ ആദ്യം ഉള്ളിൽ കയറും. അത് തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ സാംസ്കാരികമായി നാടകവും കഥാപ്രസംഗവും പറയുകയും ചെയ്യും. ഇത് കുറഞ്ഞ കാലമല്ല നമ്മൾ ചെയ്തത്, ചെറിയ പ്രവർത്തനമല്ല. ബാബുക്കായെ നമ്മളിപ്പോൾ അധികം പേര് ഓർക്കാറില്ല. ബാബുക്കായെ ഓർക്കുന്നതിനേക്കാളും മച്ചാട്ട് വസന്തിയൊന്നും മനുഷ്യനെ ഓർക്കുന്നില്ല. മച്ചാട്ട് കൃഷ്ണനൊക്കെ മച്ചാട്ട് വസന്തിയൊക്കെ വളരെ ദയനീയമായ സ്ഥിതിയിലാണ് മരിച്ചുപോയത്. അവരൊന്നും ആരും ഓർക്കുന്നില്ല. കഥാപ്രസംഗം, നാടകം, പാട്ടുകൾ, എണ്ണമറ്റ വായനശാലകൾ, കലാസമിതികൾ, യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതി ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത്. കെടാമംഗലം സദാനന്ദന്റെ ജന്മശതാബ്ദി അടുത്ത വർഷം. കെടാമംഗലം 4500 വേദികളിലാണ് രമണൻ മാത്രം പറഞ്ഞത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രമായി പറയും. സ്കൂളിലൊന്നും പോകാത്ത ആളുകൾ, എനിക്ക് ഓർമ്മ എന്റെ നാട്ടിൽ കുട്ടായി തന്ത എന്ന് പറയുന്ന ഒരാൾ ഈ തേക്ക് കാലത്ത് ഈ കയറ്റുകൊട്ട കൊണ്ട് തേക്ക് ഏക്കത്തേക്ക് അതിന് വരുമ്പോ പാട്ട് പാടും. തളിരും മലരും തരുപടർപ്പും തണലും തണുവണി പുൽപ്പടർപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിതാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കൂലച്ചാർത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീഥികളും. പാട്ടുകൾ പാടിയിട്ടുണ്ടോ? ഇത് ഏതാണെന്നറിയാം, പാട്ടല്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനാണ്. നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന കേരളമാണ്. പൂർവ്വ ഇങ്ങനെ കേരളം അവിടെ ഉണ്ടായിരുന്നു. ആ കേരളം ഇപ്പോൾ അവിടെ ഇല്ല. ആ കേരളമൊക്കെ പോയി. 44 നദികളും പറ്റി കായൽപ്പരപ്പുകളൊക്കെ മലിനമായി. കന്നിരാവിൻ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ എന്നാണ് P. ഭാസ്കരൻ എഴുതിയത്. P. ഭാസ്കരന്റെ ജന്മശതാബ്ദിയാണ്. ഓരോ ജന്മശതാബ്ദികൾ ഇങ്ങനെ അറിയാതെ ഓർമ്മയില്ല. ഭാസ്കരൻ എഴുതിയ പൊന്നാനിപ്പുഴയിൽ ഇപ്പോൾ കോഴി വേസ്റ്റാണ് വന്ന് വീഴുന്നത്. അവിടെ നിന്നും പൊന്നാനിപ്പുഴയിലൊന്നും ഇപ്പം അങ്ങനത്തെ പൊന്നാനിക്കാരനായിട്ടിരിക്കുന്നു. പൊന്നാനിപ്പുഴയ്ക്ക് പഴയ ചന്തമൊന്നും ഇപ്പം ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ യാഥാസ്ഥിതി കൊണ്ട് പറയാൻ പറയും. പുഴകൾ നശിച്ചു പോകുന്നു. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. വയലാർ എഴുതി വെച്ച ഇവിടമാണ് ഇതിഹാസ രൂപിയാം ഈശ്വരൻ ഇറങ്ങിയ തീരം. ഈശ്വരൻ നേരെ വന്ന് ഇറങ്ങിയത് കേരളത്തിലാണെന്ന് ആദ്യം പറഞ്ഞാണ് വയലാർ രാമവർമ്മയാണ്. പിന്നീടാണ് നമ്മൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തിന്റെ പേര് മാറ്റി പറഞ്ഞത്. ഏതായാലും പറഞ്ഞത് വഴിമാറി പോവല്ല. ഇങ്ങനെ കഥാപ്രസംഗിക്കർ. തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എന്ന കഥ ഇടക്കൊച്ചി പ്രഭാകരനും സാംബശിവനും കൂടി ആയിരക്കണക്കിന് വേദികളിൽ പറഞ്ഞു. ചങ്ങമ്പുഴയുടെ വാഴക്കുല കെടാമംഗലം എത്രയോ വേദികളിൽ പറഞ്ഞു. ഐഷ എന്ന വയലാറിന്റെ കൃതി ലോകപ്രശസ്തമാക്കിയത് വയലാർ P. സാംബശിവൻ എന്ന കാർത്തികനാണ്. ഇത്രയേറെ ആളുകളോട് നേരിട്ട് സംസാരിച്ച ഒരു കലാകാരൻ സാംബശിവനെ പോലെ കേരളത്തിൽ വേറെയില്ല. അതിനിപ്പോ സാംബശിവൻ അങ്ങനെ ഓർക്കാറില്ല. സാംബശിവൻ ഒരു 1000 പ്രൊഫസർമാർ ചെയ്യേണ്ട ജോലി, 1000 സർവകലാശാലകൾ ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ചെയ്തയാളാണ്. ഈ ഒഥല്ലോ എന്ന് പറയുന്ന കഥയൊക്കെ
ഷേക്സ്പിയറിന്റെ നാടകമാണ്. സ്കൂളിൽ പോകാത്ത ആളുകൾ ഒഥല്ലോ, ദസ്തവ്സ്കിയുടെ മറ്റേ ബ്രദേഴ്സ് കരമസവും, ടോൾസ്റ്റോയുടെ തന്നെ അന്ന കരനീന, യുദ്ധവും സമാധാനവും, വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം, ലോകത്തുള്ള എല്ലാ ക്ലാസിക് കൃതികളും സ്കൂളിൽ പോകാത്ത ആളുകൾ. എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ ഞാൻ 10 വയസ്സുള്ള കാലത്തൊരു ഓർമ്മ, അവിടെ നാട്ടിൽ വന്ന് സാമ്പശിനും ഒത്തല്ലോ പറഞ്ഞിട്ട് പോയി. അപ്പോൾ പിറ്റേന്ന് ചായപ്പടി ചെന്നപ്പോൾ അവിടെ എൻ്റെ നാട്ടിലെ പൊന്നൻകുട്ടിയേട്ടൻ എന്ന് പറയുന്നൊരു അടയ്ക്ക കച്ചവടക്കാരനും വാവക്ക എന്ന് പറയുന്നൊരു വെറ്റില കച്ചവടക്കാരനും തമ്മിൽ വലിയ തർക്കം. പൊന്നൻകുട്ടിയേട്ട് 10-13 വയസ്സായി. പൊന്നൻകുട്ടിയുടെ പറയും, ബാവേ ഈ റോഡ്രിഗോ ഭയങ്കര കുഴപ്പക്കാരനാണോ? അപ്പൊ ബാവക്ക പറഞ്ഞു, റോഡ്രിഗോ അല്ല കാരണം, എന്റെ പൊന്നൻകുട്ടിയുടെ അതിനൊക്കെ കാരണം ഇയാഗോ എന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തനാണ്. ഷേക്സ്പിയറിന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളെ എന്റെ നാട്ടിലെ ചായപ്പൊടിയിൽ ഇരുന്ന് 970 സ്കൂളിൽ പോവാത്ത പൊന്നൻകുട്ടിയേട്ടനും ഈ ബാവക്കയും തമ്മിൽ ചർച്ചയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്റെ പൊന്നൻകുട്ടിയുടെ നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടാണ്, ഇയാൾക്ക് ഈ സാമ്പൻ ഈ കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. സാമ്പശിയുടെ കഥാപ്രസംഗം എഴുതി കൊടുക്കുകയാണ് ഷേക്സ്പിയറിന്റെ. ഇങ്ങനെ എന്റെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലെ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ ലോക സാഹിത്യം, ലോക ദർശനം. അപ്പൊ അതിൽ ഈ ഷേക്സ്പിയറിന്റെ ഒഥല്ലോയ്ക്ക് ഡെസ്ഡമനെ സംശയമാണ്. അതാണ് അതിന്റെ കേന്ദ്ര പ്രമേയം. അതതിന്റെ കേന്ദ്ര പ്രമേയമാണ്. ഷേക്സ്പിയർ അത് ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ സാംബശിവൻ കഥ പറയുമ്പോൾ, സാംബശിവന്റെ കഥാപ്രസംഗം കേട്ട ആളുകളുണ്ട് അവിടെ. അപ്പോൾ സാംബശിവൻ കഥ പറയുമ്പോൾ ഈ ഡെസ്ഡമനയോട് പ്രേമപരവശനായിട്ട് ഒഥല്ലോ പാടുന്ന ഒരു പാട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണാം, അന്ന് സിനിമ പാട്ടിനേക്കാൾ ഫേമസ് ആയിരുന്ന പാട്ട്. അപ്സരസാണെന്റെ ഡെസ്ഡമൻ. അവിടെ സാംബശിവൻ നിർത്തും. എന്നിട്ട് പറയും, പങ്കാക്ഷിയുടെ ഭർത്താവിന് പങ്കാക്ഷിയോട് വലിയ പ്രേമം വരുമ്പോൾ പങ്കാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കിയെ എന്ന് വിളിക്കത്തില്ലയോ, അതുപോലെ ഡെസ്ഡമനയോട് വലിയ പ്രേമം വരുമ്പോൾ ഒഥല്ലോ ഡെസ്ഡമനെ എന്ന് വിളിക്കാതെ വിളിക്കും ഡെസ്ഡമൻ. അപ്സരസാണെന്റെ ഡെസ്ഡമൻ ഹൃദയമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ. സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലോരു കാലത്തും നിന്നെ ഞാൻ. ഒരു ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടേ സംശയിക്കുന്നുണ്ട്, ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏത് ഭാര്യയ്ക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒഥല്ലോ എന്ന ഇതിഹാസ കൃതിയുടെ കണ്ടന്റ് ഒറ്റ പാട്ടിൽ പൊളിച്ചയാളാണ് കഥാപ്രസംഗരെ കുറിച്ച് പറഞ്ഞ ദിവസം അത് തന്നെ പറയൂ. ഇതേ ജോലിയേക്കാൾ കൂടുതൽ വലിയ ജോലിയാണ് നാടകങ്ങൾ ചെയ്യുന്നത്. എന്റെ മകനാണ് ശരി എന്ന KPS ആദ്യ നാടകം തൊട്ട് പുനരൂർ സോമശേഖരൻ നായരൊക്കെയാണ് അതിന്റെ ആദ്യത്തെ ശില്പികൾ. രണ്ടാമത്തെ നാടകം അവതരിപ്പിച്ച് 73 കൊല്ലമായി. ചവറയിലെ ഒരു ഓലട്ടാക്കീസിൽ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുമ്പോൾ അതിലെ യാഥാസ്ഥിതികനായ പരമമൂരാക്ഷിയായ പരമപിള്ള ആ നാടകാവസാനത്തിൽ മാനസാന്തരം വന്ന് അതിലെ കൊടി പിടിച്ചു നിൽക്കുന്ന മാല എന്ന കർഷക തൊഴിലാളി പെണ്ണിനോട്, ആ കൊടിയൊന്ന് ഇങ്ങോട്ട് കാട്ടിയ മക്കളെ, ഞാനൊന്ന് പിടിച്ചു പൊന്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ 10,000-കണക്കായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചത് നേതാക്കന്മാർ ഇൻകുലാബ് വിളിക്കടാന്ന് പറഞ്ഞിട്ടല്ല, നാടകം ഉണ്ടാക്കിയ മനപരിവർത്തനം കൊണ്ട് വിളിച്ചു പോയതാണ്. ഇത് നാടകം 73 പോലെ ഒരു നാടകം, ഒരു കഥാപ്രസംഗം, ഒരു കവിത, ഒരു കഥ, ഒരു നോവൽ, ഇതൊക്കെ നമ്മെ മാറ്റി. എത്രയോ കലാസമിതികൾ നമ്മളെ മാറ്റി. നമുക്ക് പാടാൻ പാട്ടുകളുണ്ടായിരുന്നില്ല. മലയാളികൾക്ക് പാടാൻ 50കൾ വരെയെങ്കിലും എല്ലാവർക്കും പാടാൻ പാട്ടില്ല. മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, പുള്ളുവപ്പാട്ട്, കുറത്തിപ്പാട്ട്, അല്ലെ, പുലയപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, പാട്ടൊക്കെ ജാതി തിരിച്ച പാട്ടാണ്. ഒരു നായർ മാപ്പിളപ്പാട്ട് പാടില്ല, നായർക്ക് മാപ്പിളപ്പാട്ട് അറിഞ്ഞുകൂടാ. ഒരു കുറത്തിപ്പാട്ട് മറ്റൊരു ജാതിക്കാരൻ പാടില്ല. അപ്പോഴാണ് KPSCക്ക് വേണ്ടി ONV കുറിപ്പ് ഒരു കുറത്തി വൃത്തത്തിലെ പാട്ട് എഴുതുന്നത്. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറത്തി വൃത്തം ഒരു പക്ഷേ നമുക്ക് പരിചയം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കേട്ടിട്ടുള്ള ഒരു പഴയ പാട്ടുണ്ടല്ലോ. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരു തൻ ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ, ഏകചക്രനെന്നുള്ളൊരു ബാലനും പിറന്നു. അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ ഭംഗിയിൽ വിളിച്ചരികിൽ ചേർത്തു നിർത്തി ചൊല്ലി,
പാട്ടായി. ഈ പാട്ടിൽ പല ജാതി പാട്ടുകളുണ്ട്, പല മതപ്പാട്ടുകളുണ്ട്, അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. ആ ഈണം ജനകീയമായ ഒരൊറ്റ ഈണം ഉപയോഗിച്ചിട്ടാണ് പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എന്ന് ONV എഴുതുന്നത്. അങ്ങനെയല്ലോ നമ്മളത് കേട്ടത്. അതിന്റെ കുറത്തി വൃത്തം മാറ്റി മനുഷ്യവൃത്തമാക്കുക എന്ന ജോലിയാണ് അന്ന് കലാപ്രസ്ഥാനങ്ങളിൽ നിന്നവർ ചെയ്തത്. അത് ദേവരാജനാണ് അത് ചെയ്തത്. ആ പാട്ടിന്റെ ഈണം ഇപ്പൊ അങ്ങനെയല്ല. പൊന്നരിവാളം പിള്ളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. അത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒത്തുചേർന്ന് ഈ നെൽക്കതിരും പൂനിലാവും കൊയ്യാം, പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ. പൂനിലാവ് കൊയ്യുക എന്നൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. നെൽക്കതിർ കൊയ്യാൻ കർഷക തൊഴിലാളി മാത്രം മതി. നെൽക്കതിരും പൂനിലാവും കൂടി കൊയ്യുമ്പോഴാണ് കാർഷിക വിപ്ലവവും സാംസ്കാരിക വിപ്ലവവും ഒരുമിച്ചുണ്ടാവും. ഒരൊറ്റ വരിയിലായി രണ്ടും കൂടി ചെയ്യുന്നു. കാർഷിക വിപ്ലവവും സാംസ്കാരിക വിപ്ലവവും പൂനിലാവും നെൽക്കതിരും കൊയ്തുകൊണ്ട് സാധിച്ചു. പാട്ടുകാരൻ, കലാകാരൻ നാളെയുടെ കാവൽക്കാരനാണെന്ന് പ്രഖ്യാപിച്ചു. പണത്തിന് വേണ്ടിയല്ല, പദവിക്ക് വേണ്ടിയല്ല, അവാർഡിന് വേണ്ടിയല്ല കലാകാരൻ പ്രവർത്തിക്കുന്നത്. നാളെ മനുഷ്യരാശിക്ക് സമത്വപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ചുമതലയാണ് കലാകാരന്റെ ചുമതല. അപ്പോൾ പെർഫോം ചെയ്താൽ കിട്ടുന്ന കൂലിയല്ല അതിന്റെ ഉത്തരം. ഒരുപക്ഷെ ഇന്ന് അങ്ങനെ ഒരു മനോഭാവം കലാകാരനില്ല. ഒരു പെർഫോമൻസിന് കോടികൾ കൊടുക്കാൻ വികസിത മുതലാളിത്തത്തിന്റെ കലാവ്യവസായം തയ്യാറായി അല്ലേ? ഇവിടെ വന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പ്രതിഫലമല്ല എനിക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ തോന്നുന്നത്. നമ്മൾ ഒരു സംസ്കാരത്തെ പങ്കുവെക്കുന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് മനുഷ്യരെ മനുഷ്യരാക്കാൻ എന്തൊക്കെ ചെയ്യണം. മനുഷ്യരെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇത് എന്റെ വരികളൊന്നുമല്ല. ഇതൊക്കെ വയലാർ രാമവർമ്മ സിനിമ പാട്ട് എഴുതിയത്. വയലാർ സന്ദർഭം നോക്കിയൊന്നുമല്ല പാട്ട് എഴുതിയത്. ഏത് സന്ദർഭത്തിലും ചില മാനവിക ആശയങ്ങൾ അങ്ങോട്ട് വിതരണം ചെയ്യും. ആ പാട്ടിന്റെ സീനിൽ അങ്ങനെ എഴുതണമെന്നില്ല അല്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു, ദൈവമാണ് ഭൂമി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ആളുകൾ പോലും ഈ പാട്ട് അംഗീകരിക്കുന്നത്. അതാ രസം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത് എന്ന് യുക്തിസഹമായി എഴുതിയ പാട്ട് ചിലപ്പോൾ മതവാദികളുടെ മീറ്റിംഗിൽ വരെ വയ്ക്കാറുണ്ട്. അതിന്റെ ആശയവും പൂർണ്ണമായിട്ടും ആൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അന്ന് വയലാറിന്റെ ഗുണം. ഒരു സിനിമയിൽ പോസ്റ്റ് വരെ കാണാനില്ല, പഴയൊരു സിനിമ, അതിലൊരു സീനുണ്ട്. CID വേഷം മാറി ഒരു പാട്ട് പാടും. CIDക്ക് വേഷം മാറി ഏത് പാട്ടും പാടിക്കൂടെ? പരിപ്പോടാ പപ്പടോടാന്ന് പാടാം. CID വേഷം മാറുമ്പോൾ ഇന്ന പാട്ടേ പാടാവൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിനെ കിണ്ടാണ്ടെന്ന് പാടാം, അങ്ങനൊരു പാട്ടുണ്ട്. എനിക്ക് ആ പാട്ട് കേട്ടിട്ട് ഈ കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ പഠിച്ച മലയാളത്തിലൊന്നും ഒരു വാക്കില്ല. ആ പാട്ട് എഴുതിയ എന്റെ സുഹൃത്താണ്. ഞാൻ അതേപോലെ ചോദിച്ചു, അല്ല എന്താ ഈ കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഈ സിനിമയ്ക്ക് പാട്ട് അങ്ങനെ നോക്കും. പക്ഷെ ഇവിടെ ഈ വേഷം മാറിയ CIDയെ കൊണ്ട് വയലാർ പാടിച്ച പാട്ട് ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ ആശ്രമങ്ങൾ തീർത്തു, അമ്പലങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു. ഈശ്വരന് 1000 പൊയ്മുഖങ്ങൾ തീർക്കുന്നതായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത്. എത്ര 1000 എന്നല്ല, 10,000 പൊയ്മുഖമാണ് ഇപ്പോൾ ഈശ്വരനുള്ളത്. അത് കഴിഞ്ഞ് ഒരു 4 വരി കൂടി എഴുതിയിട്ടുണ്ട്. അത് വീട്ടിൽ പോയിട്ട് കേട്ടാൽ മതി. കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം, ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു. കഴിഞ്ഞ 50-60 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ നടന്ന മതരാഷ്ട്രീയത്തിന്റെ പരിവർത്തനത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയും 4 വരിയിൽ 50-55 വർഷം മുമ്പ് വയലാർ എഴുതി. കാവി ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം, ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഇത്ര നാളല്ല, ഇനിയും അത് മറയ്ക്കും. മറച്ച് മനുഷ്യനെ യഥാർത്ഥ ഭാരതീയരിൽ നിന്ന് അകറ്റും. യഥാർത്ഥ ഭാരതീയർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഭൗതികവാദക്കാരുണ്ടായിരുന്നു. കണാദൻ, കപിലൻ, ഗൗതമൻ അല്ലേ? ഭൗതികവാദികളായിരുന്നു. സാഖ്യം, ന്യായം, വൈശേഷികം,
റെനി ദക്കാർത്തെ തൊട്ട് കാൾ മാർക്സ് വരെയുള്ള പാശ്ചാത്യ ഭൗതികവാദ ദർശനങ്ങൾക്ക് മുമ്പ് ഇവിടെ ചാർവാകന്മാരും ലോകായതന്മാരും ഉണ്ടായിരുന്നു. അതൊക്കെ തകർത്ത് കളയുകയാണ് ബ്രാഹ്മണ മതങ്ങൾ ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് സാംഖ്യം, ന്യായം, വൈശേഷികം പോലുള്ള ഭൗതികവാദ ദർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബ്രാഹ്മണ മതങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി എഴുതിയ പുസ്തകങ്ങളേ ഉള്ളൂ. അതിന്റെ ഒറിജിനൽ തോട്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ബുദ്ധൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളല്ല. ബുദ്ധന്റെ നാടാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് അത് പറയാത്ത എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യ വേദേതിഹാസങ്ങളുടെ നാടാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ ബുദ്ധന്റെ നാടാണ്. ഇത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ബുദ്ധനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഈ ബുദ്ധഗയയിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ടന്ന് വാരണാസിയിൽ വന്ന് പോയത് കൂടെ ഓർമ്മയുണ്ട്. കാരണം ബുദ്ധൻ എന്നെയൊക്കെ എന്റെ തലമുറയൊക്കെ നയിച്ച വെളിച്ചമാണ്. അത് വിഷയം പറഞ്ഞാൽ വേറെ ഒരുപാട്. ബുദ്ധനും വർത്തമാന മഹാവീരനും ഒക്കെ ഇന്ത്യ എന്താണെന്ന് സിനിമ പാട്ടിലൂടെ വയലാർ ഓർമ്മപ്പെടുത്തി. പലതും അങ്ങനെ പറഞ്ഞാൽ വയലാറിന്റെ കൃതികളെ കുറിച്ച് തന്നെ ദിവസങ്ങളോട് സംസാരിക്കേണ്ടി വരും. നവോത്ഥാനാനന്തരം നമ്മുടെ കലാകാരന്മാർ ചെയ്തത് നമുക്കെല്ലാവർക്കും പാടാവുന്ന മനുഷ്യപ്പാട്ടുകൾ ഉണ്ടായി തന്നു. മനുഷ്യ കഥാനുഗായികളായ കലകൾ ഉണ്ടാക്കി തന്നു. അന്ധവിശ്വാസങ്ങളെ കലകളിലൂടെ എതിർത്തു. അല്ലെ, എത്രയോ നാടകങ്ങൾ ഇന്നിപ്പോ പല നാടകം അവതരിപ്പിക്കാൻ പറ്റില്ല. ഭഗവാൻ കാലു മാറുന്നു എന്നൊരു നാടകം ഇന്ന് ഡൽഹിയിൽ നമ്മൾ അവതരിപ്പിച്ചു പോകും. എന്തായാലും സ്ഥിതി ജനസംസ്കൃതിക്ക് പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. അവതരിപ്പിച്ചോ? അവതരിപ്പിച്ചല്ലേ? അപ്പൊ നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. തീർച്ചയായും അതൊരു ചെറിയ സംഗതിയല്ല. നമുക്ക് ധൈര്യം അവതരിപ്പിക്കും. കാരണം അത് നമ്മൾ തന്നെ മാറുകയാണ്. നമ്മളെങ്ങനെ മാറുന്നത്? ഇനിയിപ്പോ അതിലൊന്നും പോകണ്ട, പോയാൽ കുഴപ്പമാണ്. ഈ ഒരു തോന്നലിലേക്ക് നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോ അത്തരം വിപ്ലവത്തിനൊന്നും പോകണ്ട. ഈ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും പല സ്ഥലത്തും. പക്ഷെ നമ്മളിതൊക്കെ ചെയ്തു. വയലാർ രാമവർമ്മ ദൈവവിശ്വാസി കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഏടരപ്പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ ഏറ്റുമാനൂർ പോയി ഭജനിരുന്നാണ്. അതൊന്നും പുറത്തേക്ക് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ദൈവവിശ്വാസത്തുള്ളത് ഒരു വ്യക്തി കൊണ്ടു നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കാറില്ല. ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ തലയും കുത്തി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവരെ അനുശാസിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ വീട്ടിൽ എനിക്ക് എന്റെ സ്വകാര്യമായി എന്റെ ആത്മവിശ്വാസത്തിന് വേണ്ടി ഞാനും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് അപകടമുള്ള കാര്യമല്ല. വയലാറിന് ആന്തരികമായി ചില ദൈവവിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്ത കോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തും എന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. എന്തൊരു മനോഹരം! ഭക്തകവി ഇദ്ദേഹത്തിനുകൂടി പഴയ ഓട്ടൂർ നമ്പൂതിരിപ്പാട് കൂടി എന്ന ഭക്തി ഉണ്ടാവില്ലേ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, ശുദ്ധ കളപ ചന്ദനങ്ങളാൽ അഭിഷേകം എന്ന് എഴുതി തിരിച്ച് ഭരതക്ഷേത്രം എന്ന നാടകത്തിന് പാട്ട് എഴുതാൻ KPSC വന്നപ്പോൾ തോപ്പിൽ ബാസി പറഞ്ഞു, നേരത്തെ എഴുതിയ പാട്ടൊക്കെ സുബ്രഹ്മണ്യ സ്വാമിക്ക് എഴുതി കൊടുത്താൽ മതി, ഇവിടെ വേണ്ടത് അതിന്റെ വിപരീതമായ പാട്ടാണ്. അതെന്താണെന്ന് പറഞ്ഞ് ഭരതക്ഷേത്രത്തിന് വേണ്ടി എഴുതി കൊടുത്ത പാട്ടാണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും തിരുച്ചെന്തൂരിലും ഗുരുവായൂരിലും കല്ല്. കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ. അതാണ് കലാകാരന്റെ പാട്ട്. കല്ലുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഉണ്ടാക്കി പൂജിച്ചോളൂ, അതൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷെ ഈ കല്ലിനെ ദൈവമാക്കിയത് കൽപ്പണിക്കാരനെന്ന തൊഴിലാളിയാണെന്നും മറക്കരുത്. അല്ലെ, തൊഴിലാളി ഇല്ലെങ്കിൽ അമ്പലമില്ല, തൊഴിലാളി ഇല്ലെങ്കിൽ ചർച്ചില്ല, തൊഴിലാളി ഇല്ലെങ്കിൽ പള്ളിയില്ലല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയത് തൊഴിലാളിയല്ലേ. അവൻ പണിയെടുത്ത് കയറ്റി ദൈവത്തോട് വെച്ച് അവൻ നിഷ്കാസിതനായി. പക്ഷെ അതൊരു യുക്തിയുടെ ഭാഷയാണ്. ഇതാണ് നവോത്ഥാനാനന്തരം നമ്മൾ കൈക്കൊണ്ട യുക്തി. നമ്മൾ വിശ്വാസത്തെ മുഴുവൻ തള്ളിക്കളയുകയല്ല ചെയ്തത്. വിശ്വാസം മാനവികമാകണം എന്ന് പറഞ്ഞു. അല്ലെ, വിശ്വാസം മനുഷ്യവിരുദ്ധമാകരുത്. നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഈ ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളും ഒക്കെ ദൈവവിരോധികളും ദൈവത്തിന് നിരക്കാത്ത പണി ചെയ്യുന്നവരുമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ദൈവം എന്നത് മനുഷ്യന്റെ അവസാനത്തെ ആശ്രയമാണ്. കാൾ മാർക്സ് പോലും മതത്തെക്കുറിച്ച് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നായിരിക്കെ തന്നെ അവസാന വാദം കൂടിയുണ്ട്. എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടവന് മതം ചിലപ്പോൾ അഭയം ആയിത്തീരും. അപ്പൊ മതത്തെ നമ്മളതിന്റെ പ്രോഗ്രസീവ് ലെവലിൽ കാണാം. മതത്തിന്റെ ശ്രീനാരായണ ഗുരു മതം ഉപയോഗിച്ചുകൊണ്ടാണ് പുരോഗമന മാനവികത പറഞ്ഞത്. മതത്തെ തള്ളിക്കളയണമെന്നല്ല, മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, സാമൂഹ്യ വിരുദ്ധതകളെ, മതത്തിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന മത ഫാഷിസത്തെ, മതവർഗീയതയെ, അവയെ എതിർക്കുകയും സത്യസന്ധനും നിസ്സഹായനുമായ ഒരു വിശ്വാസി സാമൂഹ്യ വിരുദ്ധനല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന അപായകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ
ഒരു പണിയിൽ നമ്മൾ ഏർപ്പെടണം. അതൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയായി. അമ്പല കമ്മിറ്റിയിൽ പോയിട്ട് അമ്പല കമ്മിറ്റിയെ മതേതരവൽക്കരിക്കാനും മാനവീയമാക്കാനും പോയ ഒരാൾ വിശ്വാസിയേക്കാൾ വിശ്വാസിയായ കഥ പറയും. പ്രേതം ഒഴിപ്പിക്കാൻ പോയി പ്രേതം കൂടുക എന്ന് പറയും. അങ്ങനത്തെ അവസ്ഥയെ ഇപ്പൊ ധാരാളമായിട്ട് കാരണം ആ വിഷയമൊക്കെ പറഞ്ഞ വെറുതെ വിഷയമായി പോകും. നമുക്ക് ഇന്നൊരു അപകടം പിടിച്ച അവസ്ഥ, നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ ധീരമായി ഉല്ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്റെ പാട്ടുകൾ, മനുഷ്യന്റെ കഥകൾ, ഒരു തോട്ടി മനുഷ്യനാണെന്ന് പറയുന്നത് തോട്ടിയുടെ മകനെന്ന തകഴിയുടെ നോവലാണ്. നിങ്ങളുടെ മനം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്ന തോട്ടിക്ക് ഒരു ജീവിതമുണ്ട്, അവന് പ്രണയമുണ്ട്, ആ കൈകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ തൊഴിലാളിയെ നിങ്ങൾ തിരിച്ചറിയണം. തൊഴിലാളികളെ കുറിച്ച് എത്ര കൃതികളാണ്. ഓടയിൽ നിന്നൊരു പപ്പു എന്ന് പറയുന്ന തൊഴിലാളി ഒറ്റയ്ക്ക് പണിയെടുത്ത് പുറത്തുന്ന ഒരുത്തനാണ്. തന്റെ ഒരു കൈപ്പിഴ കൊണ്ട് ഓടച്ചാലിലേക്ക് വീണുപോയ ഒരു കുട്ടിയെ രക്ഷിച്ച് അവിടെ ജീവിതം മുഴുവൻ മോചിപ്പിക്കാൻ വേണ്ടി രക്ഷ വലിച്ചവന്റെ കഥയാണ് ഓടയിൽ നിന്ന് പറഞ്ഞത്. അവസാനം അവൾ ഉപേക്ഷിച്ചു പോകുമ്പോഴും തന്റെ തൊഴിലിൽ വിശ്വസിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ആ പപ്പു ഉണ്ടല്ലോ, അവനാണ് തൊഴിലാളി. അനുഭവങ്ങൾ പഠിച്ചവരുടെ ചെല്ലപ്പൻ. നിങ്ങൾ എത്ര കഥാപാത്രങ്ങളെ കണ്ടു. തകഴി, ദേവ്, പൊൻകുന്നം വർക്കി, അക്കാലത്ത് എഴുതിയ ബഷീറിന്റെ ശബ്ദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടിൽ കിടന്ന ഒരുത്തൻ ചവിട്ടടിയേറ്റ് വീണ് കിടക്കുന്നു. ആ 3 മാസം പ്രായമായ കുട്ടിയെ വഴിയിൽ കിടത്തി വ്യഭിചരിക്കാൻ പോയ ഒരു നേരത്തിന് ആഹാരമില്ലാത്ത പാവപ്പെട്ട വേശ്യ മനുഷ്യ സ്ത്രീയാണെന്ന് പറയുന്ന നോവലാണ്. താനൊന്നും കഴിച്ചില്ലല്ലേ, താൻ വിശന്ന് കിടക്കാണല്ലേ എന്ന് പറഞ്ഞ് വ്യഭിചരിച്ച് കിട്ടിയ പണത്തിൽ നിന്ന് നാരായണ കൂട്ടിട്ട് കൊടുക്കുന്ന ആ സ്ത്രീയോളം മാനുഷികതയുള്ള സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് ശബ്ദങ്ങൾ എന്ന നോവൽ ബഷീർ എഴുതിയത്. MTയുടെ നോവലുകൾ, MT നേരിട്ട് രാഷ്ട്രീയമൊന്നും എഴുതിയില്ലെങ്കിലും 57 വന്ന കാലം അറിയാലോ. 57 വന്ന 4 കെട്ട് പറഞ്ഞത് തള്ളിമാറ്റപ്പെട്ടവർ, നിഷ്കാസിതർ, ദരിദ്രർ, ഒറ്റപ്പെട്ടവർ, തളർത്തപ്പെട്ടവർ, തള്ളിമാറ്റപ്പെട്ടവരൊക്കെ തിരിച്ചു വരും. അവർ 4 കെട്ടുകൾ വിലക്കി വാങ്ങും. ഫ്യൂഡൽ തകർച്ച അവരിലൂടെ ആരംഭിക്കും. ഫ്യൂഡൽ ആധിപത്യം തകർത്ത് പുതിയ ഭവനങ്ങൾ പണിതീർക്കുന്നതിനെ നമ്മുടെ എഴുത്തുകാരൊക്കെ ഭംഗം തരേണ മാറ്റത്തിന്റെ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. നെട്ടിക്കൊണ്ടുപോയിരിങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇത് ഓർക്കണം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കൽ കൂടി നമ്മുടെ ചുമതലയാണ്. 3000 കൊല്ലം പഴക്കമുള്ള ഓർമ്മയല്ല നമുക്ക് വേണ്ടത്. കഴിഞ്ഞ നൂറ്റാണ്ടാണ് നമ്മെ മനുഷ്യരാക്കിയത്. ഇപ്പൊ ജനസംസ്കൃതി ഇപ്പോൾ 40-50 കൊല്ലമായില്ലേ? 80 തുടങ്ങിയാൽ 45 കൊല്ലമായി. അപ്പൊ അതിനൊരു 55 കൊല്ലത്തെ ചരിത്രം കൂടി നമുക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത തലമുറയോട് പറയാനുള്ളത്, ആ കുട്ടികളൊന്നും മോശമല്ല. അപ്പോൾ എനിക്ക് ഈ കുട്ടികളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് നമ്മൾ ഇത് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പുതിയ കാലത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ച്, AI ഉപയോഗിച്ച് മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ജോലികൾ ചെയ്യണം. ഞാൻ KPSCയുടെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. എത്ര എളുപ്പത്തിലാണ് അവർ ത്വരംപാട്ടുകളെ, പാട്ടുകളൊക്കെ മാറ്റി ത്വരംപാട്ടുകളാണ്. തിന്തക്കം തെയ്യക്കം തെയ്യാരോ തക തെയ്യക്കം തിന്തക്കം തെയ്യാരോ തിന്തക്കം തെയ്യക്കം തെയ്യക്കം തിന്തക്കം തിന്തക്കം തെയ്യക്കം തെയ്യാരോ എന്നത് അക്കാലത്തെ ഒരു കൊയ്ത്തുപാട്ടാണ്. കൊയ്ത്തുപാട്ടല്ല, ശരിക്കും മെതിപ്പാട്ടാണ്. ആ പാട്ടാണ് ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ മിന്നണതെന്താണയ്യ നല്ല കുഞ്ഞു കുരുമണി പൊന്മാല. നാടകപ്പാട്ടായി. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തലമുറകളായിട്ട് നാടോടികളായ തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ പാടിയ പാട്ടിന്റെ ഒരടയാളമാണ്. ഈ പണിപ്പാട്ടുകളെ പൊതുപാട്ടുകളാക്കി മാറ്റുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരത്തെ അടിസ്ഥാന പൊതുബോധമാക്കി മാറ്റുകയാണ്. കല കണ്ടുപിടിച്ചത് തൊഴിലാളികളാണ്, പണിയെടുത്ത് പൊറുക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കലയുടെ റൂട്ടിലേക്ക് പോയിക്കോളൂ. പാടത്ത് പണിയെടുക്കുന്നവർ പാടിയ പാട്ട്, പാറമടയിൽ പാറ പൊട്ടിക്കുന്നവർ പാടിയ പാട്ട്, ഈ എന്താ പറയാ നെയ്യുന്നവർ, ഞാൻ ഈ കൊട്ട നെയ്യുന്നവർ പാടുന്ന പാട്ടായിട്ടാണ് ആദ്യമായിട്ട് ഈ പാക്കകാർ പാട്ട് കേട്ടത്. ഇതിപ്പോൾ കലാഭവൻ മണിയൊക്കെ പാടി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ പാട്ട് പരിചയമുണ്ടാവും. തെന്താനേ താനാ തന തെന്താനം താനാ തെന്താനേ താനാ തന തെന്താനം താനാ ദയ്യദയ്യം തക ദയ്യദയ്യം തക ദയ്യരേ ദയ്യരേ ദയ്യദയ്യം. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ദയ്യദയ്യം തക ദയ്യദയ്യം തക ദയ്യരേ ദയ്യരേ ദയ്യദയ്യം. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ചെന്നിരിക്കാൻ മണ്ണുമില്ല, പറന്നു പറ്റാൻ മരങ്ങളില്ല. ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിലു തുറക്ക വേണം.
ആദിയോളം നൂല് ചെന്നയ്യപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ. ആദിയോളം നൂല് ചെന്നയ്യപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ. തെക്കന്നം കാറ്റടിച്ചേ ഒരു തെങ്കാറ്റടിച്ചേ. വടക്കന്നം കാറ്റടിച്ചേ ഒന്നു പക്ഷിയടിച്ചേ. പാതിമൊട്ട വിണ്ടു പൊട്ടി മേലു ലോകം പോകിയല്ലോ. പാതിമൊട്ട വിണ്ടു പൊട്ടി കീഴു ലോകം പോകിയല്ലോ. ദയ്യം തക ദയ്യം തക ദയ്യം തെന്താനേ താനാതന തെന്താനം താന തെന്താനേ താനാതന തെന്താനം താന. ചെറിയ കൊണ്ട് അടവിച്ചോളൂ. ഇതാണ് പേര്. അവൻ ഇതിനേക്കാൾ താളത്തിൽ ഉൾക്കൊണ്ട് ആ കുഞ്ഞിന് പോലും ഈ പാട്ട് മനസ്സിലാകുന്നത് അവനെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. അവന്റെ വർഗത്തിന്റെ പാട്ടാണ്. അവൻ കൊണ്ടു നടക്കുന്ന ഒരു വർഗം. നമ്മളൊക്കെ അടിസ്ഥാനപരമായി തൊഴിലെടുത്ത് കൊടുത്ത മനുഷ്യരുടെ വർഗത്തിൽപ്പെട്ടവരാണ്. പണിയെടുക്കാത്ത ജീവിച്ചവർ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കപ്പനപ്പൂപ്പന്മാര് പാടത്തും പറമ്പിലും പണിയെടുത്ത് എല്ലാം മുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് 40-50 കാലത്തൊക്കെ കേരളത്തിലെ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പന്മാരൊക്കെ അനുഭവിച്ച അച്ഛന്മാരൊക്കെ അനുഭവിച്ച പട്ടി അങ്ങനെയാ നമ്മളൊക്കെ നാട് വിട്ട് പോകുന്നത്. നിങ്ങളൊന്നും അവിടെ താമസിക്കാൻ ഇഷ്ടമായിട്ട് പോകുന്നല്ലോ. ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പോകുന്നതല്ലേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് അവിടെ വന്നല്ലോ. ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി വന്നതല്ലേ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വേരുകൾ കിടക്കുന്നത് ആ സംസ്കാരത്തിലാണ്. പണിയെടുത്ത് കൊടുത്ത നമ്മളുടെ വർഗം എന്നത് അതാണ് സർ. അത് പറയാനെന്തായിട്ട് മടി അല്ലെ. ഇപ്പൊ നമ്മുടെ പുതിയ ആഡംബര കാറിൽ നമ്മുടെ അച്ഛനെ കയറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അച്ഛൻ പണിയെടുത്ത പരിക്കൊക്കെയുള്ള ആളാണ്, നമ്മുടെ കാറിന് പറ്റുന്ന ആളല്ല എന്ന് വെച്ച് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കാമെന്ന് വിചാരിക്കുന്ന സംസ്കാരത്തെ അല്ല അടിസ്ഥാന വർഗ സംസ്കാരം എന്ന് പറയുന്നത്. ഇതാണ് സർ. അത് നമ്മുടെ കലയിലുണ്ട്. നമ്മുടെ കല. നിങ്ങൾ ഈ സിനിമ പാട്ടുകൾ, ആദ്യകാലത്തെ നാടക സിനിമ പാട്ടുകളൊക്കെ നോക്കിയാൽ ഇതാണ് നമ്മളെ ആകർഷിച്ചത്. എത്ര പാട്ടുകളിലാണ് ഇപ്പൊ ദേവരാജനും രാഘവൻ മാഷൊക്കെ ബുക്കോ പാട്ടുകളൊക്കെ എത്രയോ ബുക്കോ പാട്ടുകളുടെ ഒരു ഈണമാണ്. ഒരു ബുക്കോ പാട്ടുകളായിട്ട് കേൾക്കുന്ന അടിസ്ഥാന ഈണം. ഇത് എത്രയോ പാട്ടുകൾ രാഘവന്റെ പാട്ടുകളും കേൾക്കാം. എല്ലാവർക്കും പാഴ്മുള എന്ന് തോന്നി പുല്ലാങ്കുഴലെന്നെനിക്കു തോന്നി. അതിന്റെ അടിയിൽ ആ സാധനമുണ്ട്. പുല്ലാങ്കുഴലെന്നെനിക്കു തോന്നി. അത് നോക്കിയാൽ കണ്ണിട്ട് നോക്കും കാക്കേ തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. ഒരു ഈണമാണ്, ഒരു അടിസ്ഥാന ജനവർഗത്തിന്റെ ഈണം. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞു ഇവളെന്റെ മുറപ്പെണ്ണ്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ ഇവളെന്റെ മുറപ്പെണ്ണ്. ഏലം ഏലം ഏലേലം ഓ. ഇതൊരു പ്രണയഗാനാണ്. ആ പ്രണയത്തിന്റെ അടിയിൽ ആലപ്പുഴയിലെ ചകിരി പിരിക്കുന്ന തൊഴിലാളികളുടെ ചകിരി പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമര കഥ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നാടിന്റെ അഭിമാനിക്കാൻ വകയില്ലേ. ചോര ചുവയ്ക്കും ഞങ്ങളുടെ നാട്ടിലെ നീരാവിക്കും മണലിനും അവകാശപ്പെട്ട ചോരയുടെ പോരാട്ടത്തിന്റെ കഥ പ്രണയത്തിൽ വരെ ചേർത്ത് വെക്കാൻ ഒരു ഈണത്തെ ഉപയോഗിക്കുക. വെടിവെച്ചാൽ ഇവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല, മജ്ജയല്ലിത് മാംസമല്ലിത് ദുർജയ നൂതന ജനശക്തി. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. പി ഭാസ്കരന്റെ ജന്മശതാബ്ദി വർഷമായി. വയനാട്ടിലെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഉയരും ഞാൻ, നാടാകപ്പടരും ഞാൻ, ഒരു പുത്തൻ ഉയർ നാടിൻ നേടിക്കൊണ്ടുയരും ഉണരും വീണ്ടും എന്ന് എഴുതിയ ആളാണ്. ഈയിടെ ഒരു ശതാബ്ദി ആഘോഷത്തിൽ ഒരു ക്വിസിനൊരു ചോദ്യം, വയലാർ ദർശിക്കുന്നു എന്ന കാവ്യം എഴുതിയതാണ്. 3 ഉത്തരം കൊടുത്തിട്ടുണ്ട്. വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, വയലാർ രവി.
ഭൂരിപക്ഷം കുട്ടികൾ എഴുതിയത് വയലാർ രവി എന്നാണ്. വയലാർ രാമവർമ്മ എഴുതിയ സംശയിക്കാൻ. പിന്നെ ഞാൻ ആലോചിച്ചു, വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഓർക്കാറില്ലെങ്കിലും കുട്ടികൾ എങ്ങനെയെങ്കിലും അയാളെ ഓർത്തല്ലോ. അല്ലാതെ എന്ത് ചെയ്ത ഭാസ്കരനെ കുറിച്ച് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ഭാസ്കരന്റെ കഥ അദ്ദേഹം പാട്ട് എഴുതിയാണ്. ആയിരക്കണക്കല്ല 10,000-കണക്കിന് പാട്ടുകൾ നമുക്ക് തന്നയാളാണ്. നമുക്ക് പാട്ടിന്റെ പ്രണയം തന്നയാളാണ്. മതേതരത്വം ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് നാട്ടുകാർ മുഴുവൻ പാടിയത് ഭാസ്കരന്റെ പാട്ടാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വടക്കിലെത്തിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. എന്തൊരു ജനാധിപത്യം! അതില് ഒരു നറുക്ക് ചേർക്കാൻ പറഞ്ഞ അവസാനം വമ്പഴും നിന്റെ പുരികക്കുടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊളിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. കാളിദാസൻ പോലും ഇന്നത്തെ ഉപമയൊന്നും കണ്ടില്ല. കാമുകിയുടെ പുരികക്കുടിയുടെ അമ്പ് കൊണ്ട് കാമുകന്റെ ഞരമ്പുകളൊക്കെ കമ്പൊളിഞ്ഞ ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞ് നാശകോശമായി. എന്നിട്ടും കാമുകൻ പറയുന്നത്, വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. വളരെ ഡെമോക്രാറ്റിക്കായ കാര്യം. എന്റെ മനസ്സിൽ വേറെ ആളാണ് എന്നോട് പറയണം. ഞാൻ വെറുതെ കയ്യിൽ കുത്തി നടക്കണ്ടല്ലോ, വെറുതെ കൊല്ലേണ്ട വല്ല കാര്യമുള്ളൂ അല്ലേ? കാമുകി പ്രണയം നിഷേധിച്ച ഉടനെ പ്രേമ കത്തല്ല, പ്രേമ കുത്താണ്. എത്ര കാമുകിമാരെയാണ് കൊന്നു നടന്നത് അല്ലേ? കാമുകിമാര് തിരിച്ച് കഷായ ചരച്ചു തുടങ്ങി, ജ്യൂസ് കുടിച്ച് കൊല്ലാതെ. ഇത് കേരളത്തിൽ പ്രണയത്തെ പോലും ഹിംസയാക്കി അല്ലേ? നമുക്ക് നഷ്ട കേരളം പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കളെ. നമുക്ക് പ്രണയം ഉണ്ടായത് ഈ പാട്ടുകളിലൂടെ. നമുക്ക് അതിന് പ്രണയമില്ല. രാജകുമാരന്മാരും ചക്രവർത്തിമാരും മാത്രമേ പ്രേമിച്ചിട്ടുള്ളൂ. സാധാരണക്കാർ പ്രേമിക്കാൻ തുടങ്ങിയത് ഈ നാടകപ്പാട്ട് സിനിമ പാട്ടൊക്കെ വന്നപ്പോഴാണ് അല്ലേ? അതിന് മുമ്പുണ്ടോ? അതിനു മുമ്പൊന്നും പാവപ്പെട്ടവർക്ക് പ്രേമമൊന്നുമില്ല. ആട്ടെ കോട്ടെ ഇരിക്കട്ടെ നയിലെ, നിന്നെ കാത്തു കാത്തു വലഞ്ഞല്ലോ മയിലെ എന്നൊക്കെ സിനിമ പാട്ടിലെ ഇങ്ങനത്തെ പ്രേമമൊക്കെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കഴിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. ഈ നാട്ടുപ്രേമം മുഴുവൻ പാട്ടിലാക്കിയത് ഈ പാട്ടെഴുത്തുകാരാണ്. വയലാറും ഭാസ്കരനും ONV, കുറച്ചൊക്കെ ശിവകുമാരൻ തമ്പി, യൂസഫ് അലി കേച്ചേരി. അതിനുശേഷം പാട്ടെഴുത്തുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എഴുതുന്നുണ്ടെങ്കിലും പാട്ടിന്റെ ഒരു ജനകീയത. അതുകൊണ്ട് ഈ ജയചന്ദ്രനൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ലേ? ജയചന്ദ്രനെ അനുശോചനത്തെ ഓർപ്പിച്ചത് ഞാനെപ്പോഴും പറയും, ഈ ജയചന്ദ്രന്റെ പാട്ടുകൾ ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. ഞാനൊക്കെ എപ്പോഴും ഈ പ്രണയഗാനങ്ങൾ കേൾക്കുമ്പോൾ ജയചന്ദ്രന്റെ പഴയ പാട്ടെപ്പോഴും ഓർക്കുക. ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദ്രനീലാഭതൂകും നിന്മലർ വിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ, ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വീതി. അതൊരു കാലത്താണോ ആ പാട്ട് കേട്ടാൽ നമുക്ക് ഈ ഒരു 50-60 വയസ്സായ ആളുകൾക്കൊക്കെ ഏതെങ്കിലും ആദ്യകാലത്ത് പിന്നീട് പൊട്ടിപ്പൊളിഞ്ഞു പോയ പ്രേമമില്ലാത്തൊരു മനുഷ്യൻ ലോകത്തുണ്ടാവും. ഈ പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ പോയ പ്രേമം ഓർമ്മ പോലും, ആ കാലം ഓർമ്മ പോലും. ഇങ്ങനെ മലയാളികൾ ഇപ്പോൾ ജീവിക്കുന്നു. മരിക്കാൻ തോന്നുമ്പോൾ കേൾക്കാവുന്ന ഒരു പാട്ടാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയല്ലേ? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവ ഗീതമുണ്ടോ? വസുന്ധരെ കൊത്തിത്തീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ അല്ലേ? ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കലകൾ, വിപ്ലവത്തെ ഓർമ്മിപ്പിക്കാൻ, പ്രണയത്തെ ഓർമ്മിപ്പിക്കാൻ എത്രയോ പാട്ടുകളെ ഞാൻ ഉദാഹരിക്കാതെ വിട്ടതാ. ഒരു കാലത്തിന്റെ നമ്മുടെ നാട്ടു പാരമ്പര്യങ്ങളെ, ഒരു പാരമ്പര്യത്തെ മാത്രമൊന്നല്ല, ഇത് സവർണ പാരമ്പര്യം. ഈ വയലാറിന്റെ സവർണ കവികളൊക്കെ പറഞ്ഞിട്ട് സംഗീതക്കാരൊക്കെ നടന്ന് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു പാട്ടുകൾ കേൾക്കാതിട്ടാണ്. മേലെ മാനത്തെ നീലിപ്പൂലരിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്,
അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന കനകം മേഞ്ഞൊരു ആലുകെട്ട്. ഇതൊരു സവർണ്ണ പാരമ്പര്യത്തിന്റെ പാട്ടൊന്നുമില്ല. വെട്ടാക്കുളമവൻ വെട്ടിച്ചു, കെട്ടാപ്പുരയവൻ കെട്ടിച്ചു, വിത്ത് വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ട് കൊടുത്തിട്ട്, ആ വെള്ളിക്കലപ്പ വേണമെങ്കിൽ നമുക്ക് സവർണ്ണ എന്ന് പറയാം. ഇരുമ്പിന്റെ കലപ്പ മാറ്റിയത് ഇനി വയലാർ വിചാരിച്ചാണ് ഇപ്പൊ കലപ്പ ഇരുമ്പാക്കണ്ട അല്ലേ? അതാണ് ബാക്കി എവിടെ വയലാറിന്റെ ഏത് പാട്ടിലാ സവർണ്ണ? പൂ കൊണ്ട് മൂടിയ പുറവേലിയുള്ള ഒരു പുഴക്കര അമ്പല നടയിൽ. ഞാൻ അത് വിസ്തരിക്കാൻ വേണ്ടി പറയല്ല. നമ്മളിതിന്റെ ഈ നെഗറ്റീവ് വായനകൾ വർദ്ധിപ്പിക്കുകയും മനുഷ്യന് വേണ്ടി അവർ പാടിയതിനെ മറക്കുകയും ചെയ്തു. കേരളത്തിൽ പക്ഷേ സർവരാജ്യ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ, മാനിഫെസ്റ്റോയിലെ യുണൈറ്റ് എന്ന ആശയത്തെ ഇത്രയേറെ പ്രചരിപ്പിച്ച ഒരു പാട്ട് പറയില്ല. സർവരാജ്യം, അത് കേൾക്കുമ്പോൾ ഒരു ആവേശം മനുഷ്യർക്കുണ്ടാവും. ഇല്ല, ഒരു കാലം അങ്ങനെയാണ് നമ്മുടെ പാട്ടുകൾ. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം, തൊഴിലാളി ഇത് തൊഴിലാളി, പിറന്ന നാടിൻ ജീവിത ഖനിയിലെ തൊഴിലാളി, വിതച്ചു കൊയ്യാൻ ഞങ്ങൾക്കൊരു പിടി മണ്ണ് തരൂ, വരുന്നു ഞങ്ങൾ ഫാക്ടറി വാതിൽ തുറന്നു തരൂ. ഒരു കാലത്തിന്റെ സമരപുളകങ്ങൾ, സിന്ദൂരമാലകൾ വിധാനിച്ചിട്ടതാണ്. അതൊക്കെ നമുക്കിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയാണ്. നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ട് സമര തീക്ഷ്ണമായ നൂറ്റാണ്ട് തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമ്മള് രോമാഞ്ചകഞ്ചുകന്മാരായി ഇരുന്നുകൊണ്ട് ഇനി കാര്യമില്ല. കാരണം അതിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചു. 3000 കൊല്ലത്തെ ഓർമ്മകളിൽ നിന്ന് പുരോഗമന സാംസ്കാരിക ചിന്തകൾക്ക് ഒരു ഊർജവും കിട്ടാനില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകൾ വീണ്ടും 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 എടുത്തുകൊണ്ട് മനുഷ്യനെ ഹിന്ദുവാക്കി മുസൽമാനാക്കി വിഭജിച്ച് കൊല്ലുന്ന ഫാഷിസ്റ്റ് നയങ്ങൾ, എന്ത് പറഞ്ഞാലും ഫാഷിസ്റ്റുകൾക്ക് വളം കൂട്ടുന്ന കലാണ് ഇപ്പോൾ. സോഷ്യൽ മീഡിയ നോക്കിയാൽ പച്ചയ്ക്ക് വർഗീയത പറയാൻ ഒരാൾക്കും മടിയില്ല. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായാലും പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായാലും അതും മതരാഷ്ട്രീയത്തിന് വേണ്ടി എങ്ങനെ മുതൽ കൂട്ടാമെന്ന് ആലോചിക്കുന്ന ആളുകൾ. ഏത് ദുരന്തത്തെയും മനുഷ്യന്റെ ഏത് ദുഃഖത്തെയും ഫാഷിസവും വർഗീയതയും പങ്കുവയ്ക്കുന്ന കാലം, ഇങ്ങനെ വേദന നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ജനസംസ്കൃതി ഞാൻ വല്ലാതെ പ്രതീക്ഷിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെ അരികുകളിൽ നിന്ന് പുരോഗമന മനുഷ്യച്ഛയുമായി മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടി, മനുഷ്യത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി, ജാതി മത വർണ്ണ വർഗ വിഭാഗീയതകൾക്ക് അതീതമായി നിങ്ങൾ മനുഷ്യരാണ്. എവിടെ നിന്നൊക്കെയോ വന്ന ആളുകൾ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പേരുള്ള ആളുകൾ, പല നാട്ടു സംസ്കൃതികളിൽ മുളച്ചു പൊന്തിയ ആളുകൾ, പല പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരുടെ മക്കൾ, നേരിട്ട് പല പോരാട്ടങ്ങളിൽ പങ്കെടുത്തവർ, കേരളത്തിലെ സർവീസ് ബഹുജന സംഘടനകൾ നടത്തിയ പോരാട്ടങ്ങൾ, കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ട് സമര തീക്ഷ്ണമാണ്. നമ്മൾ ഈ നേടിയതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും വെളിത്തളികയിൽ കൊണ്ടുവന്ന് തന്നതല്ല. ഒരു നേട്ടം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പൊരിഞ്ഞു ചോര ചിന്തിയ അനേകായിരം ആളുകളുണ്ട്. അത് കയ്യൂരിലാവാം, കരിവള്ളൂരിലാവാം, മുനയൻകുന്നിലാവാം, അത് വയലാറിലാവാം, പുന്നപ്രയിലാവാം, അന്തിക്കട്ടാവാം, പൊന്നാനിയിലാവാം. ലോകത്തെല്ലായിടത്തും നടന്ന സമരങ്ങൾ പോലെ തന്നെ എത്രയോ മനുഷ്യർ സമരതീക്ഷ്ണമായ അവരുടെ ജീവിതം ഹോമിച്ച അവസാനത്തെ തുള്ളി ചോരയിൽ എഴുതി വെച്ച വാക്കിന്റെ പേരാണ് മുന്നോട്ട്. പിന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, പിന്തിരിപ്പന്മാരാവാനും പറ്റില്ല. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഒരു സിനിമ പാട്ടില്ല, തൊഴിലാളി. ഇതൊന്നും ആ പാട്ടൊന്നും പാടുന്നില്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ റിവൈൻഡ് ചെയ്താൽ മതി. ഇതൊക്കെ മറക്കാറായിട്ടില്ല, മറക്കാനുള്ളതല്ല ഇതൊന്നും. നമ്മൾ എല്ലാ ജനകീയ കലകളിലൂടെയും എല്ലാ ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെയും മനുഷ്യന് വേണ്ടി സംസാരിച്ചു, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിച്ചു, മനുഷ്യനെതിരായ എല്ലാത്തിനെയും ധിക്കരിച്ചു. അങ്ങനെ നവോത്ഥാനം വിരിച്ചിട്ട പാതയുടെ നേരവകാശികളായി ഇന്ദ്രപ്രസ്ഥത്തും പരിസരത്തും പ്രവർത്തിക്കുന്ന മഹാമനുഷ്യ കൂട്ടായ്മയായിട്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത്. ജനസംസ്കൃതി, ആ മഹിതമായ മനുഷ്യ സംസ്കാരത്തിന്റെ മുന്നോട്ട് കുതിക്കാനുള്ള ശക്തിയായിട്ട് കാണുന്നു. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇനിയും ഒന്ന് പ്രസംഗിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരു ചരിത്രം സ്പന്ദിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മനുഷ്യരല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ദുർബലരാണ്, തോറ്റുപോകുന്നവരാണ്, ഒടിച്ചു കളയാൻ പറ്റും. കടപ്പനിട്ട് എഴുതിയില്ലേ, ചുള്ളിക്കമ്പുകൾ ഒന്നൊന്നായി ഒടിക്കാം ഏത് ബാലനും, ഒന്നിച്ചവ ചേർന്നിടിൽ ആനയ്ക്കും സാധ്യമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ കഴിയുമ്പോൾ തോറ്റുപോകാൻ സാധ്യതയുള്ള ഒറ്റപ്പെട്ട മനുഷ്യരാണ്. ജനസംസ്കൃതിയായി കൂടി നിൽക്കുമ്പോൾ അവിടെ കമലാമേനോൻ നമ്മുടെ കൂടെയുണ്ട്, അല്ലേ? ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇവരൊക്കെ പോരാട്ടത്തിന്റെ പല കാലങ്ങളെ പിന്തുടർന്ന് പോകുന്നവരാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, തുടിപ്പുമിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ,
തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന സമചാന്തന ഭൂവിൽ നിന്ന കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമചാന്തന ഭൂവിൽ നിന്ന കവചങ്ങളുമായി പങ്കുലങ്ങൾ വെള്ളത്തിലെ മണ്ണിൽ എന്നിതാ പുതിയ അവിടെ ഞാൻ നിർത്തുകയാണ്. നേടിയതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ നേട്ടങ്ങളൊന്നും പരാജയമല്ലെന്ന് അറിയണം. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അഭിവാദ്യപൂർവം ജനസംസ്കൃതിയുടെ 39ാം കേന്ദ്ര സമ്മേളനം വിനയപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ സമ്മേളനവും നമ്മുടെ പ്രവർത്തനവും എല്ലാം മുന്നോട്ട് തന്നെ ഈ ശക്തിയോടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ നാടകങ്ങളായാലും പാട്ടുകളായാലും നമ്മുടെ സർഗോത്സവത്തിലുള്ള ഒരു പ്രച്ഛന്ന വേഷത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന ഒരു വേഷം കൂടി ഈ സമൂഹത്തിനെ മാറ്റാൻ വേണ്ടി, സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാകണം. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കലാമംഗലം സദാനന്ദന്റെ എനിക്ക് തോന്നുന്നു 80 വയസ്സായ സമയത്താണ് അദ്ദേഹത്തെ നമ്മൾ ഡൽഹിയിൽ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് അവതരിപ്പിക്കണം. പക്ഷെ സാധിച്ചിട്ടല്ല. അതാണ് നമ്മളൊരു വിഷുക്കാലത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ സാമ്പത്തിക പരിമിതി മൂലം അദ്ദേഹത്തെ ട്രെയിനിലാണ് കൊണ്ടുവന്നത്. നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സഹായം നമ്മൾ പ്ലേറ്റ് എടുക്കലാണ് തിരിച്ചത്. കാരണം അത്രയും വയസ്സായിട്ടുള്ള പ്രായമായ ആള് ആ ഊർജം മുഴുവൻ എടുത്തുകൊണ്ടാണ് 2 മണിക്കൂറോളം കഥാപ്രസംഗം ഡൽഹിയിൽ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ KPSC നാടകം നമ്മൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 10-35 വർഷമായിട്ട് സപ്തരാഷ്ട്രയുടെ പേരിലുള്ള നാടകോത്സവം 10-20ഓളം നാടകങ്ങൾ എല്ലാ വർഷവും നമ്മൾ അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ മെസ്സേജുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ കൂടെ നമ്മളെല്ലാവരും സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പ് എന്നതിൽ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്നത് റോഹിംഗ്യൻ ക്യാമ്പ് ഡൽഹിയിൽ പല റോഹിംഗ്യൻ ക്യാമ്പുകളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മനുഷ്യനോ അത് മതം ഏതാണെന്നൊന്നും നോക്കിയിട്ട് രാജ്യമോ ഒന്നും നോക്കിയിട്ടല്ല. നമ്മൾ അവിടെ 5 രൂപയുടെ ഒരു പാർലേജി ബിസ്ക്കറ്റിനടക്കം ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ആൾക്കാർ, നമ്മൾ രാത്രി വേസ്റ്റായി കളയുന്ന ചപ്പാത്തി റൊട്ടി കൂടയിൽ നിന്നെടുത്ത് ഉണക്കി പിറ്റേ ദിവസം കഴിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടെ. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ എത്തിക്കാനും നമ്മുടെ പ്രവർത്തകർ പല സമയങ്ങളിലായിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാനും അവർക്ക് മരുന്ന് എത്തിക്കാനും എല്ലാ സഹായവും നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത്ര പ്രവർത്തനങ്ങളെ ശക്തി കൂട്ടാൻ തന്നെയാണ് ഈ സമ്മേളനങ്ങൾ ഉപകരിക്കേണ്ടത്. ആ സമ്മേളനത്തിന് ആശംസ അറിയിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ हम सबसे बात करने के लिए जनवादी लेखक संघ का खालिद अशरफ जी से रिक्वेस्ट करता हूँ. Comrade Leela Krishnan, Comrade Ganor, Comrade Prasad, and all the ladies and gentlemen sitting on the dais and in the hall. First of all, I must say that I am feeling greatly deprived because of not knowing the Malayalam language, which is a very beautiful and poetic language, and I am feeling very inadequate that I know the 1 or 2 languages but not the Malayalam language. And I am very happy that this organization Jan Sanskriti is doing all the cultural events, political events, debates, dramas, etc. since a long time. And I must say that presently the country is passing through a very dangerous kind of phase, and the things and the incidents happening day by day are making more and more more violent, more dangerous, more intolerant, and more what should I say, criminal.
And the field of culture is very important and very sensitive. And what is happening in the name of culture is also to be seen. In the short, I must say that we are having two concepts of culture. One is being propagated by the RSS, which they call it cultural nationalism, which is nothing but a facade for the spread of their kind of fascist agenda. And their notion of culture is highly violent, highly narrow, and highly casteist, I must say. And then we have our own organization, our left organizations, who are also having this notion of culture, which is basically mass-based, humane, and secular. So there is a great fight going on in the name of culture in this country, and we should be very sensitive and we should be very careful what is happening around in the name of culture, in the name of religion, and in the name of nationalism. Nationalism has become a very dangerous kind of word these days, and I'm afraid that more bad things are going to happen in coming days. So I must congratulate all the persons and all the office bearers and members present here, and I must again say sorry that I don't know so many things, I don't know the language, and on behalf of Janwadi Lekak Sangh Delhi unit in which I am working, I must welcome and say my best wishes to all the present here. Thank you. अगला हमारे साथी DSF के सर्गोत्सव में जो हमारा सर्गोत्सव प्रोग्राम होता है उसमें दिल्ली साइंस फोरम के साथ ही हम साइंस एंड यू नाम का एक साइंस सेंटर कुछ सालों से चल रहा है, उनका उस काम के लीडिंग करते हैं डॉक्टर कमला मैना। Delhi Science Forum is very honored that I have been invited here today as secretary to be a part of this meeting. Jan Samskriti has always extended a lot of support to the Delhi Science Forum to organize activities with the children. It has been a great privilege for me and also for organizations like the Shivananda Memorial School, with whom we participated in the last Sargotsam in Kerala School. I thank Jan Samskriti for including DSF in all its activities. I am here also to make an appeal to all of you that in the coming months, we are going to be facing one of the biggest disasters, which is heat. And Delhi Science Forum, together with you and all other organizations, is requesting an appeal to be made to the states that this be treated as a disaster. It cannot be just advisory statements being made by the Disaster Management Heat Action Plan that there should be water, there should be no buses between 1 o'clock and 4 o'clock. There should be there should be one tree planted by every human being. This is not the solution to the problems that the city is facing. We have before us a crisis which requires both short-term and long-term action. And I do hope that Jan Samskriti, with your knowledge and the spread you have in Delhi, will make an appeal to most people who are using air conditioners not to raise the temperature below 25, to lower the temperature below 25 degrees, and to make sure that people who come to your home carrying your food or your provisions through Zomato and so on are treated with care and respect. Many of them are also making an appeal with Delhi Science Forum and Jan Samskriti to make living in Delhi a place of greater dignity. We have seen in Kerala
that workers are treated as guests. In Delhi, they are treated as homeless. So, with your wisdom and your support, I do hope that in the coming years, we will be able to stand up to the problems facing Delhi's environment. Today it is heat, in another 3 months it's the cold, then there is pandemic, then there is rain, and then there is flu, and then there is virus. So we have a big range of activities we have to demand better facilities in this city, and I do hope with your support we will be able to do it. Thank you. थैंक यू मैम। अगला भाषण देने के लिए हमारे साथी, हमारा जन संस्कृति के साथी साथ चलते हैं जननाट्य मंच, उनके जननाट्य मंच से कमरेड अशरफ तिवारी। अभी जो बोला गया एक्चुअली जो कविताएं पढ़ी गई हैं इतनी सारी mesmerizing lecture actually it was really but I'm a deprived person, deprived of the language Malayalam. Actually मैं सामने से भी बहुत सारी एनर्जी ले रहा था कि जब वो समझ पा रहे थे वहाँ से रिफ्लेक्ट होकर के जो एनर्जी आ रही थी, कुछ चीज़ें समझ में भी आ रही थी, तो जहाँ समझ में आ रही थी वहाँ मन कर रहा था खूब लुत्फ उठाने का। पर मुझे लग रहा था कि यस मैं यहाँ पर थोड़ा विकलांग हूँ। मुझे लग रहा है कि मुझे एक इतनी अच्छी लैंग्वेज, इतनी एंड्रिस लैंग्वेज जो मलयालम है, इसको बार बार सीखने को मन करता है, बार बार, है ना। तो मुझे लगता है कि ये एक बहुत तो आज इस 39वें 39th स्टेट कॉन्फ्रेंस में जननाट्य मंच का क्रांतिकारी अभिवादन। जननाट्य मंच के साथ जन संस्कृति का जो नाता है बहुत पुराना है और बहुत प्रगाढ़ है। हमने मिलकर के बहुत सारे कार्यक्रम किए हैं, अभी भी करते हैं। मुझे लगता है कि आज सुबह जब मैं इंटरनेट पर देख रहा था तो मैंने चैट जीपीटी से पूछा टेल मी अबाउट द जन संस्कृति, तो पॉपुलर कल्चर पे उसने बताना शुरू कर दिया, है ना। ओके टेल मी अबाउट जन संस्कृति ग्रुप। फिर जो उसने बताया, ऑनेस्टली उसने काफी चीजें बताई और ऑनेस्टली अच्छी चीजें बताई कि क्या क्या चीजें करती हैं, क्या उसका ऑब्जेक्टिव है, कैसे कैसे चीजें करता है वो काम पूरा पूरा कर। आई थिंक मुझे इट वाज अमेजिंग। अभी स्टेट कॉन्फ्रेंस जो केरला की हुई उसमें जननाट्य मंच को जाने का मौका मिला, वहाँ पर अपने शोज के साथ हम लोग वहाँ पे लगातार शोज किए 3-4 दिन तक। तो एक जो जन संस्कृति का जो कल्चर है और जो एनर्जी है जो हम यहाँ देखते थे, एक्चुअली हम देखते हैं काम के दौरान, हमने वहाँ भी देखी उसी तरीके से। आई थिंक ये जाहिर बात है केरला के साथ बड़ा प्रगाढ़ संबंध है। तो उसको अगर देख करके एक शो खत्म हुआ, अगले शो में जब जाएंगे हम उससे पहले सारी तैयारियां वहां हो चुकी हैं। तो इस तरह की जो एनर्जी हमने वहां पे देखी उसने दरअसल हमें बहुत बांधा और वहां से बहुत कुछ सीखने की हमें जो सीखने को मिला और सोचा कि इस चीज को हमें एक्चुअली इस चीज को ऑप्ट करना चाहिए और हमेशा इस चीज को ध्यान में रखना चाहिए कि कितनी एनर्जी और कितना पैशनेट होकर के काम करना हमने वहां से जाना कि किस तरीके से जन संस्कृति का जो काम रहा है वो चाहे प्रगतिशील विचारों को आगे लेके जाना हो, चाहे सामयिक मुद्दों पर अपनी अपनी इंटरवेंशन करना हो या जनाधिकारों की बात किया हो, क्योंकि जन संस्कृति का काम काफी फैला हुआ है डेफिनेटली और लोक संस्कृति पर भी उनका काम रहा है, जिसमें कविता पाठ, तमाम तरह की नाट्य प्रस्तुतियाँ, जनगीत, तमाम तरह की फेस्टिवल्स वगैरह करना बहुत कुछ रहा है। एक और जो इंटरेस्टिंग जो इवेंट होता है जो हर साल होता है
सप्तराष्ट्रीय इवेंट होता है जो इट वॉज रियली वेरी वेरी लगता है कि उसको इंतज़ार करते हैं, बच्चे भी इंतज़ार करते हैं, हम भी इंतज़ार करते हैं कि उसमें तमाम तरह की परफॉर्मेंसेज हमें देखने को मिलेंगी। और वो एक इवेंट, हालांकि वो उसके अंदर प्रतियोगिताएं भी होती हैं, बट प्रतियोगिता से ज़्यादा मुझे लगता है वो इवेंट एक फेस्टिवल होता है। उसके अंदर तमाम लोग आते हैं, अपना अपना परफॉर्मेंसेस करते हैं और बड़े मज़े से करते हैं। तो वो ये जो जज्बा है, ये जज्बा जो देखने को मिलता है, मुझे लगता है ये बहुत ज़रूरी है ग्रुप के लिए। हम जिस तरीके से जन संस्कृति के गाने सुनते थे और जन संस्कृति की जो एनर्जी से भरी हुई परफॉर्मेंसेस देखते थे, हमारी कोशिश है, हमारी तमन्ना है, कोशिश तो सही वर्ड नहीं है, लेकिन जाहिर बात है कोशिश भी होगी, पर तमन्ना है कि वो दोबारा से हम उन सारे गीतों को जो हम एनर्जी के साथ जन संस्कृति के गीतों को सुनते थे और वो उसी पैशनेट तरीके से हम उसे जानते थे, मेरे ख्याल है उसको हम दोबारा से एक बार हम जान पाएंगे। यह निश्चित तौर पर आज का जो अभी बताया भी गया है कि आज का दौर बहुत चुनौती भरा है। सांप्रदायिक माहौल जिस तरीके से न केवल धर्म के लेवल पर, मजहब के लेवल पर, जाति के लेवल पर, तमाम तरह से जिस तरीके से खतरे हैं हमारे सामने, वो है उनमें वो हमारे लिए चुनौतियां हैं। और चुनौतियों से निकल करके चीज़ों को ग्रैस्प करना और उनको वाइबल बनाना शायद जन संस्कृति का भी काम है और हम जन नाट्य मंच का भी काम है और हम सभी इस तरह के ग्रुप्स का काम है। मुझे लगता है कि जन संस्कृति का ये जो निरंतर चलने वाला जो काम है, ये लगातार इसी तरीके से निर्बाध तरीके से चलता रहेगा और पैशनेट होकर के और मज़ेदार एक्टिविटीज़ के साथ, मज़ेदार संस्कृति की उन सारी फॉर्म्स के साथ हमारे बीच में आगे भी आएगा। इसी हसरत के साथ जन नाट्य मंच एक बार फिर से 39वें स्टेट कॉन्फ्रेंस पर जन संस्कृति को बहुत बहुत मुबारकबाद देता है। നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ എത്തുകയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാനായ ആലങ്കോടിന് നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ യാത്രകളെ സംബന്ധിച്ചുള്ള ഒരു രേഖപ്പെടുത്തൽ, നമ്മുടെ പുസ്തകം സമ്മാനിക്കാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി സാറിനെ ക്ഷണിക്കുകയാണ്. ഒരു സ്നേഹസമ്മാനം, നമ്മുടെ സംഘടനയുടെ സ്നേഹസമ്മാനം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ വിനോദിനെ ക്ഷണിക്കുക. ശരിയോ? ഈ ഉദ്ഘാടന സെഷന് അടുത്ത സെഷൻ സമ്മേളനത്തിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ മുന്നേ കുറച്ച് സബ് കമ്മിറ്റികൾ രൂപീകരിക്കാനുണ്ട്. പ്രസിഡിയമായിട്ട് വിനോദ് കമ്മാളത്ത്, ശങ്കരനാരായണൻ, ശ്രീനിവാസ് എൻ വി, പ്രസാദ് എ. സ്റ്റിയറിംഗ് കമ്മിറ്റി സുജാത, ബിജു, തോമസ് ഒജെ, രാധാചന്ദ്രൻ. അതിന് കൂടെ മിനിറ്റ്സ് കമ്മിറ്റി പങ്കജാക്ഷൻ, പ്രദീപൻ കൂട്ടത്തിൽ, വിജയാനന്ദ്, ധർമ്മവതി, ഇവരാണ് മിനിറ്റ്സ് കമ്മിറ്റി. അതുപോലെ ഭക്ഷണത്തിൻ്റെ ടീ സ്നാക്സ് സജി, പ്രണവ്, മുരളി, ബാബു, രജീഷ് കുമാർ. നന്ദകുമാർ. ഭക്ഷണത്തിൻ്റെ ലഞ്ച് ഉല്ലാസ്, പ്രശാന്ത് ടി പി, അജിത്, പ്രദീപ്, അർച്ചന, സിബി നോർത്ത് അവന്യൂ, ദിനേഷ്, സുഭാഷ്, ബൈജു സി എസ്, സുജ, അജിത് ആർഗേപുരം, രജനീഷ് കൽക്കാജി, എം വി സുരൻ. ഇവർ അതാത് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം. നമ്മുടെ സമയം വളരെ ചുരുങ്ങിയതാണ്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചായയും ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. ഈ ഉദ്ഘാടന സെഷൻ അവസാനിക്കുന്നതിന് മുന്നേ
നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് കേരളത്തിൽ നിന്ന് വളരെ ആവേശജനമായ ഒരു ഉദ്ഘാടന പ്രസംഗം തന്ന് നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഊർജവും നൽകിയ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന് ജനസംസ്കൃത പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയവത്തിക്കും നന്ദി അറിയിക്കുകയാണ്. ഇത്ര ദൂരം ഇവിടെ എത്തിയതിൽ ഒത്തിരി ദിവസത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. उसके साथ हमारे साथ आए हुए हमारे साथी कमला मेनन, खालिद अशरफ, अशोक तिवारी, ബാക്കി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. അടുത്ത സെഷൻ 10 മിനിറ്റിന്റെ ചായ ടീ ബ്രേക്കാണ്, 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് 2 സെഷനായിട്ട് അവിടെ ചായ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഹോളിൽ തിരിച്ചു വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. രജിസ്റ്റർ ചെയ്യാത്ത